അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സൽസബീൽ അറബിക് ക്ലബ് മെമ്പേഴ്സിനുള്ള മൂന്നാമത്തെ ക്ലാസ്സാണിത്. സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ ഓരോ പാഠത്തിലും നമ്മൾ പഠിക്കുന്ന ഉദാഹരണങ്ങളിലുള്ള പുതിയ പുതിയ വാക്കുകൾ അവ നമ്മൾ നോട്ട് എഴുതി തരാറുണ്ട്. അവ നിർബന്ധമായിട്ടും നമ്മുടെ പഠിതാക്കൾ സ്വന്തം നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കുകയും അവ പഠിക്കുകയും വേണം എന്നറിയിക്കുന്നു. അതുപോലെ തന്നെ ഓരോ പാഠത്തിനു ശേഷവും വരുന്ന തംരീനാത്തുകൾ, എക്സൈസുകളിൽ നിന്നും പഠിതാക്കൾ എഴുതേണ്ടത് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു തരാറുണ്ട്. അവ നിർബന്ധമായിട്ടും നോട്ട് പുസ്തകത്തിൽ എഴുതുകയും അവ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിലൂടെ അയച്ചു തരികയും വേണം എന്നറിയിക്കുന്നു. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള പാഠത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അർത്ഥം ലഭിക്കാത്തതായിട്ട് ഏതെങ്കിലും വാക്കുണ്ടെങ്കിൽ അവയെല്ലാം നിർബന്ധമായിട്ടും ചോദിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യണം എന്നറിയിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാനുള്ള എക്സൈസുകൾക്ക് വേണ്ടിയിട്ട് പുതിയ വാക്കുകൾ ലഭിക്കാത്തതുണ്ടെങ്കിൽ അതും വാട്സപ്പിലൂടെ ചോദിക്കണം, എന്നിട്ടത് മനസ്സിലാക്കി എഴുതണം എന്നറിയിക്കുകയാണ്. പിന്നെ അറബി ഭാഷാ പരിശീലനത്തിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഖസസുൻ നബിയ്യീൻ എന്നുള്ള ഗ്രന്ഥം, പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ടിട്ടുള്ള നബിമാരുടെ ചരിത്രങ്ങൾ വളരെ സരളമായിട്ട് വിവരിക്കുന്ന ആ ഗ്രന്ഥത്തിലെ മൂന്നാമത്തെ വീഡിയോ ക്ലാസ് ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. ഈ വീഡിയോക്ക് ശേഷം പ്രിയപ്പെട്ട പഠിതാക്കൾ ആ വീഡിയോ കൂടി ചെന്ന് കണ്ട് അവയിൽ പഠിച്ചിട്ടുള്ള പുതിയ വാക്കുകളും അവയുടെ അർത്ഥങ്ങളും എഴുതിയെടുത്ത് പഠിക്കണം എന്നും അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ തുടക്കത്തിലുള്ള ഏതാനും ചില വീഡിയോ ക്ലാസ്സുകൾ പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൽസബീൽ അറബിക് ക്ലബ് മെമ്പേഴ്സ് അല്ലാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അറബി ഭാഷ ഗഹനമായിട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടാനുള്ള വാട്സപ്പ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് നൽകിയിട്ടുണ്ട്, ഉപയോഗപ്പെടുത്തണം എന്നറിയിക്കുന്നു. അതായത് പരിശുദ്ധ ഖുർആനും തിരു ഹദീസുകളും മറ്റുള്ള അറബി ഗ്രന്ഥങ്ങളും സ്വയം വായിച്ച് മനസ്സിലാക്കാവുന്ന തരത്തിൽ അറബി ഭാഷ പഠിക്കുക. അതായത് ധാരാളം ഉദാഹരണങ്ങളിലൂടെ പദസമ്പത്ത് നേടിയെടുക്കുകയും അതുപോലെ തന്നെ അറബി ഭാഷയിലുള്ള ഓരോ നിയമവും ധാരാളം എക്സൈസുകൾ ചെയ്തുകൊണ്ടു തന്നെ അവയിലുള്ള തെറ്റുകളെല്ലാം തിരുത്തി മനസ്സിലാക്കിക്കൊണ്ട് ഗഹനമായിട്ട് അറബി ഭാഷ പഠിക്കണം എന്നുള്ളവർക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കുറഞ്ഞ സമയങ്ങൾ കൊണ്ട്, അതായത് 2-3 മാസങ്ങൾ കൊണ്ട് ഒരു ഭാഷ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് ദീർഘകാലത്തേക്ക് ഉപകരിക്കുന്ന കാര്യമല്ല. അതിനാലാണ് അല്പാൽപമായിട്ട് കുറച്ചുകൂടി സമയമെടുത്തുകൊണ്ട് തന്നെ അറബി ഭാഷ പഠിക്കാം എന്നുള്ള തരത്തിലുള്ള ഒരു കോഴ്സ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. താല്പര്യപ്പെടുന്നവർ ബന്ധപ്പെടണം എന്നറിയിക്കുകയാണ്. ഏതായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ പാഠത്തിൻ്റെ പേര് തഖ്സീമുൽ ഫിഅലി ബിഇഅ്തിബാരി സമനിഹി എന്നുള്ളതാണ്. കഴിഞ്ഞ 2 പാഠങ്ങളിലായിട്ട് ആദ്യത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത് അൽ ജുംലത്തുൽ മുഫീദ എന്നുള്ളതായിരുന്നു. അതായത് അറബി ഭാഷയിൽ അർത്ഥപൂർണമായിട്ടുള്ള ഒരു വാക്യത്തെക്കുറിച്ചാണ് നമ്മൾ ജുംലത്തുൻ മുഫീദത്തുൻ എന്ന് പറയുന്നത്, അല്ലേ? പിന്നെ രണ്ടാമത്തെ പാഠത്തിലായിട്ട് നമ്മൾ പഠിച്ചത് അജ്സാ ഉൽ ജുംലത്തി എന്നുള്ള പാഠത്തിലായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒരു വാക്യത്തിലെ ഘടകങ്ങളായിട്ടുള്ള പദങ്ങൾ. ഓക്കെ, അറബി ഭാഷയിലുള്ള പദങ്ങൾ അത് 3 തരത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇസ്മ്, ഫിഅല്, ഹർഫ് എന്നിവയാണവ, അല്ലേ? ഇസ്മുൻ എന്ന് പറഞ്ഞാൽ സാധാരണ വസ്തുക്കൾ അല്ലെങ്കിൽ മനുഷ്യർ അല്ലെങ്കിൽ മൃഗങ്ങൾ, സസ്യങ്ങൾ, ജീവനില്ലാത്ത കാര്യങ്ങൾ ഇവയൊക്കെ കുറിച്ചാണ് ഇസ്മുൻ എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഇംഗ്ലീഷിൽ നമ്മൾ നൗണ് എന്ന് പറയാറുണ്ടല്ലോ, എല്ലാ നൗണുകളും അറബി ഭാഷയിൽ ഇസ്മുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ മറ്റേതൊന്ന് ഫിഅല് ആയിരുന്നു. ഫിഅലുൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തനം എന്നതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഏതെങ്കിലും ഒരു കാലത്ത്, ഒന്നുകിൽ ഭൂതകാലമാകാം, അല്ലെങ്കിൽ വർത്തമാനകാലമാകാം, അല്ലെങ്കിൽ ഭാവി കാലമാകാം, ഇവയിൽ ഏതെങ്കിലും കാലത്ത് നടന്നിരിക്കുന്ന ഒരു സംഭവത്തെ, ഒരു പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന പദത്തെയാണ് നമ്മൾ ഫിഅല് എന്ന് വിളിക്കുന്നത്. പിന്നെ ഹർഫ് എന്ന് പറഞ്ഞാലോ, ഹർഫ് എന്ന് പറഞ്ഞാൽ ഒരു ആശയം വ്യക്തമാകണം എന്നുണ്ടെങ്കിൽ മറ്റൊരു പദവുമായി കൂടി ചേരേണ്ടി വരുന്ന പദങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഹർഫുകൾ എന്ന് പറയുന്നത്. ഏതായാലും ഇന്നത്തെ പാഠത്തിലായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത്, ആദ്യം നമുക്ക് ഹെഡിങ് വായിക്കാം. തഖ്സീമുൽ ഫിഅലി ബിഇഅ്തിബാരി സമനിഹി. തഖ്സീമുൽ ഫിഅലി, ഫിഅലിനെ തരം തിരിക്കൽ, ബിഇഅ്തിബാരി സമനിഹി, ആ ഫിഅലിൻ്റെ കാലം പരിഗണിച്ചുകൊണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് സംഭവിക്കുന്ന പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന പദമാണ് ഫിഅല് എന്ന് നമുക്കറിയാവുന്നതാണ്. ആ കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ
അറബി ഭാഷയിലുള്ള ഫിഅലുകളെ എങ്ങനെയെല്ലാം തരം തിരിക്കാം എന്നതാണ് ഈ പാഠത്തിലായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത്. അതിനു മുമ്പായിട്ട് നമുക്ക് മലയാള ഭാഷയും നമുക്ക് പരിചയമുള്ള ഇംഗ്ലീഷ് ഭാഷയുമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം. മലയാള ഭാഷയിലും പ്രവർത്തനങ്ങളെ ഇത്തരത്തിൽ 3 കാലങ്ങളിലായിട്ട് ചിട്ടപ്പെടുത്തിയതായിട്ട് തരം തിരിച്ചതായിട്ട് നമുക്കറിയാൻ കഴിയും. ഒന്ന് ഭൂതകാലം, അതായത് കഴിഞ്ഞ കാലം. രണ്ടാമത്തേത് വർത്തമാനകാലം, അതായത് ഇപ്പോൾ നടക്കുന്ന സമയം. പിന്നെ മൂന്നാമത്തേത് ഭാവി കാലം, അതായത് വരാനിരിക്കുന്ന കാലം. ഇത്തരത്തിലുള്ള 3 കാലങ്ങളാണ് മലയാള ഭാഷയിൽ പ്രധാനമായിട്ടുള്ളത്. അതായത് ഒരാൾ ഒരു കാര്യം പ്രവർത്തിച്ചു എന്ന് പറയുന്നത് ഭൂതകാലമാണ്, പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് വർത്തമാനകാലം, പ്രവർത്തിക്കും എന്ന് പറയുന്നത് ഭാവി കാലം. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് ഭാഷയിലും പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് എന്നുള്ള തരത്തിൽ ഭൂതകാലം, അതുപോലെ വർത്തമാനകാലം, ഭാവി കാലം എന്നിവയെ തരം തിരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി അറബി ഭാഷയിലേക്ക് വരുമ്പോൾ അവിടെ ചെറിയ ഒരു മാറ്റമുണ്ട്. അറബി ഭാഷയിലും പ്രധാനമായിട്ട് 3 തരത്തിലുള്ള തരംതിരിവാണ് ഫിഅലുകൾക്കുള്ളത്. ഒന്നാമത്തേത് അൽ ഫിഅലുൽ മാളി എന്ന് പറയും. കഴിഞ്ഞ കാലത്ത് ഉണ്ടായ, ഭൂതകാലത്തുണ്ടായ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്ന ഫിഅലുകളെയാണ് നമ്മൾ അൽ ഫിഅലുൽ മാളി എന്ന് പറയുന്നത്. അതായത് പ്രവർത്തിച്ചു, ചെയ്തു, പഠിച്ചു എന്നൊക്കെയുള്ളത് പോലത്തെ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച് കഴിഞ്ഞതായിട്ടുള്ള ഫിഅലുകളെക്കുറിച്ചാണ്, പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് അറബി ഭാഷയിൽ അൽ ഫിഅലുൽ മാളി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തേത് അൽ ഫിഅലുൽ മുളാരിഉ എന്ന് പറയും. മുളാരിഉ ആയിട്ടുള്ള ഫിഅൽ എന്നുള്ളത് അറബി ഭാഷയിൽ വർത്തമാനകാലത്തെയും അതുപോലെ തന്നെ ഭാവി കാലത്തെയും ഇവ രണ്ടിനെയും ഉൾക്കൊള്ളിക്കുന്ന ഫിഅലിൻ്റെ രൂപമാണ് അൽ ഫിഅലുൽ മുളാരിഉ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മുളാരിഉ ആയിട്ടുള്ള ഫിഅൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നു, അതുപോലെ പ്രവർത്തിക്കും എന്നുള്ള തരത്തിലുള്ള 2 അർത്ഥങ്ങളും ആ ഒരു ഫിഅലിന് വരാവുന്നതാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് അത് വർത്തമാനകാലത്തിനാണോ അതല്ല ഭാവി കാലത്തിനാണോ ഉപയോഗിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫിഅലുകളുടെ മൂന്നാമത്തെ ഇനം ഫിഅലുൽ അംർ എന്നുള്ളതാണ്. അംർ ഫിഅൽ. അംർ എന്ന് പറഞ്ഞാൽ കൽപ്പന എന്നതാണ് അർത്ഥമാക്കുന്നത്. ഒരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാളോട് കൽപ്പിക്കാൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഫിഅലുകളെയാണ് ഫിഅലുൽ അംർ എന്ന് നമ്മൾ വിളിക്കുന്നത്. നീ പ്രവർത്തിക്കൂ, നീ ചെയ്യൂ, നീ ഇരിക്കൂ എന്ന് പോലത്തെ അർത്ഥങ്ങൾ നൽകുന്ന ഫിഅലുകൾ. ഓക്കെ, ഈ ഫിഅലുകൾ എങ്ങനെയാണ് ഒരു കാലവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാളോട് കൽപ്പിക്കുന്നത് ഭാവി കാലത്ത് അവനിൽ നിന്നും ആ പ്രവർത്തനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണല്ലോ. അതായത് നീ ഇരിക്കൂ എന്ന് ഞാൻ മറ്റൊരാളോട് പറയുകയാണെങ്കിൽ ഭാവി കാലത്ത്, അതായത് ഞാനിപ്പോൾ പറഞ്ഞ സമയത്തല്ല, അത് കഴിഞ്ഞിട്ട് ഇരുത്തം എന്നുള്ള പ്രവർത്തനം നിന്നിൽ നിന്നും ഉണ്ടാകണം എന്നുള്ളതാണല്ലോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഭാവി കാലത്ത് ഒരു കാര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് തേടാൻ ഉപയോഗിക്കുന്ന, കൽപ്പിക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഫിഅലുകൾക്കാണ് ഫിഅലുൽ അംർ എന്ന് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഏതായാലും നമ്മളിവിടെ പഠിച്ചത് പ്രകാരം 3 തരത്തിലുള്ള ഫിഅലുകളാണുള്ളത്. ഒന്ന് ഫിഅലുൽ മാളി, അതായത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ചിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ മേൽ സൂചിപ്പിക്കുന്ന ഫിഅലുകൾ. രണ്ടാമത്തത് അൽ ഫിഅലുൽ മുളാരിഉ, അതായത് വർത്തമാനകാലം അല്ലെങ്കിൽ ഭാവി കാലം, ഈ രണ്ടാലൊരു കാലത്ത് നടക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്ന ഫിഅലുകൾ. ഇനി മൂന്നാമത്തത് ഫിഅലുൽ അംരി, അതായത് ഭാവി കാലത്ത് ഒരു പ്രവർത്തനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൽപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഫിഅലുകൾ. ഓക്കെ, ഇത്തരത്തിൽ മാളി, മുളാരിഉ, അംർ എന്നുള്ള 3 ഫിഅലുകളാണ് അറബി ഭാഷയിലുള്ളത്. ചിലപ്പോൾ നമ്മൾ നഹ്യ് എന്നുള്ള മറ്റൊരു ഫിഅലിനെ കുറിച്ചുകൂടി കേട്ടിരിക്കും. നഹ്യ് എന്നുള്ളത് യഥാർത്ഥത്തിൽ മുളാരിഉ ആയിട്ടുള്ള ഫിഅലിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ്. മുളാരി ആയിട്ടുള്ള ഫിഅലിൻ്റെ മുമ്പിലായിട്ട് ഒരു ഹർഫ് ചേർത്ത് കൊടുത്താലാണ് അത് നഹ്യ് ആയിട്ട് മാറുന്നത്. അതിനാൽ തന്നെ നഹ്യിനെ നമ്മൾ വ്യത്യസ്തമായൊരു ഇനമായിട്ട് തരംതിരിക്കുന്നില്ല. ഓക്കെ, ഏതായാലും നമുക്കിനി ആ 3 തരത്തിലുള്ള ഫിഅലുകളെയും ഒന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് അൽ ഫിഅലുൽ മാളി, മാളി ആയിട്ടുള്ള ഫിഅലിനെ കുറിച്ചാണ്. ഭൂതകാലത്ത്, കഴിഞ്ഞ കാലത്ത് നടന്നിരിക്കുന്ന പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന ഫിഅലാണത് എന്ന് നമുക്കറിയാവുന്നതാണ്. ആദ്യമായിട്ട് അൽ അംസിലത്തു, ഉദാഹരണങ്ങൾ. 6 ഉദാഹരണങ്ങളാണ് അവിടെയുള്ളത്. ഒന്നാമത്തേത് ജറൽ കൽബു. ജറ എന്ന് പറഞ്ഞാൽ ഓടി എന്നാണ് അർത്ഥം. അൽ കൽബു, നായ. ജറൽ കൽബു, നായ ഓടി. രണ്ടാമത്തത് വഖഫ റജുലു. വഖഫ എന്ന് പറഞ്ഞാൽ നിന്നു എന്നാണ് അർത്ഥം. റജുലു എന്നാൽ പുരുഷൻ. വഖഫ റജുലു, പുരുഷൻ നിന്നു.
മൂന്നാമത്തത് ളാഅൽ കിതാബു. ളാഅ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. ളാഅൽ കിതാബു പുസ്തകം നഷ്ടപ്പെട്ടു. നാലാമത്തത് ദഖത്തി സാഅത്തു. ദഖ എന്ന് പറഞ്ഞാൽ മണിയടിച്ചു എന്നതാണ് അർത്ഥം. അസാഅത്തു, സാഅത്തുൻ എന്ന് പറഞ്ഞാൽ ക്ലോക്ക്. ഓക്കെ, സാഅത്തുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ നമുക്കൊരു ഹാത്താ കാണാവുന്നതാണ്, അല്ലെ, വട്ടത്തിലുള്ള താ കാണാവുന്നതാണ്. ഇത്തരത്തിൽ അവസാനത്തിൽ വട്ടത്തിലുള്ള താ വന്നിട്ടുള്ള പദങ്ങളെല്ലാം മുഅന്നസ് ആണ് എന്ന്, അതായത് സ്ത്രീലിംഗമായിട്ടുള്ള പദങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് സ്ത്രീലിംഗമായിട്ടുള്ള പദമായതിനാലാണ് ദഖത്തി സാഅത്തു എന്നുള്ളയിടത്തെ, ആ ദഖത്ത് എന്നുള്ളയിടത്തെ അവസാനത്തിൽ ഒരു താ വന്നിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കതിനെക്കുറിച്ചെല്ലാം ഇനി വരുന്ന ക്ലാസ്സുകളിലായിട്ട് പഠിക്കുവാനുള്ളതാണ്. ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ദഖ എന്ന് പറഞ്ഞാൽ മണിയടിച്ചു എന്നാണ് അർത്ഥം. അവിടെ ദഖത്തി എന്ന് അവസാനത്തിൽ ഒരു താ കൂടി വെച്ചു കൊടുക്കുക നുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുശേഷമുള്ള അസാഅത്തു എന്നുള്ള പദം സ്ത്രീലിംഗ പദമായതിനാലാണ്, അതിൻ്റെ അവസാനത്തിൽ ഹാത്താ ഉണ്ടായതിനാലാണ്. ഓക്കെ, അതാണ്. അപ്പോൾ ദഖത്തി സാഅത്തു എന്ന് പറഞ്ഞാൽ ക്ലോക്ക് മണിയടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി അഞ്ചാമത്തത് ജാഅത്തിൽ ബിൻതു. ജാഅ എന്ന് പറഞ്ഞാൽ വന്നു, അൽ ബിൻതു എന്ന് പറഞ്ഞാൽ പെൺകുട്ടി. ബിൻതുൻ എന്നുള്ളത് സ്ത്രീലിംഗമായിട്ടുള്ള പദമായതിനാലാണ് ജാഅത്തി എന്നുള്ളയിടത്ത് ജാഅ എന്നുള്ള ആ ഫിഅലിന് ശേഷം താ അവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ജാഅത്തിൽ ബിൻതു, പെൺകുട്ടി വന്നു. ഇനി ആറാമത്തത് ബാലത്തി ദജാജത്തു. ബാല എന്ന് പറഞ്ഞാൽ മുട്ടയിട്ടു എന്നാണ് അർത്ഥം. അദ്ദജാജത്തു എന്ന് പറഞ്ഞാൽ പിടക്കോഴി. ആ ദജാജത്തുൻ എന്നുള്ള പദത്തിൻ്റെയും അവസാനത്തിൽ നമുക്ക് വട്ടത്തിലുള്ള താ ഹാത്താ കാണാവുന്നതാണ്. അതിനാൽ തന്നെ ദജാജത്തു എന്നുള്ള പദം അത് മുഅന്നസാണ്, അതായത് സ്ത്രീലിംഗ പദമാണ്. അതിനാലാണ് ബാല എന്നുള്ള ഫിഅലിനോടൊപ്പം ഒരു താ കൂടി ചേർത്തി കൊടുത്തുകൊണ്ട് ബാലത്തി ദജാജത്തു എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. പിടക്കോഴി മുട്ടയിട്ടു എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ഏതായാലും നമ്മളിവിടെ 6 ഉദാഹരണങ്ങൾ വായിച്ചു കഴിഞ്ഞു. ആ 6 ഉദാഹരണങ്ങളിലും തുടക്കത്തിലായിട്ട് നമുക്ക് ഓരോ ഫിഅലുകൾ കാണാം, അല്ലേ. ജറ എന്ന് പറഞ്ഞാൽ ഓടി, വഖഫ എന്നാൽ നിന്നു, ളാഅ എന്നാൽ നഷ്ടപ്പെട്ടു, ദഖ എന്നാൽ മണിയടിച്ചു, ജാഅ എന്നാൽ വന്നു, ബാല എന്ന് പറഞ്ഞാൽ മുട്ടയിട്ടു, അല്ലേ. അപ്പോൾ ഈ പദങ്ങളെല്ലാം, ഈ ഫിഅലുകളെല്ലാം അത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ചിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഫിഅലുകളാണ്, അല്ലേ. അതായത് കഴിഞ്ഞ കാലത്ത് ഓടി, നിന്നു, അതുപോലെ നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ് അവക്കുള്ളത്. അതിനാൽ തന്നെ ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്ന ആ 6 ഫിഅലുകളും അവ മാളിയായിട്ടുള്ള ഫിഅലുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഭൂതകാലത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഫിഅലുകളാണ്. ഓക്കെ, ഇനി അക്കാര്യമാണ് നമുക്കിനി ഖാഇദയിലായിട്ട് പഠിക്കുവാനുള്ളത്. ഒന്ന് നോക്കാം. അൽ ഖാഇദത്തു ഈ കിതാബിലായിട്ടുള്ള 4ാമത്തെ ഖാഇദയാണ്. അൽ ഫിഅലുൽ മാളി. മാളിയായിട്ടുള്ള ഫിഅല് എന്ന് പറഞ്ഞാൽ ഹുവ കുല്ലു ഫിഅലിൻ യദുല്ലു അലാ ഹുസൂലി അമലിൻ, യദുല്ലു അലാ ഹുസൂലി അമലിൻ ഫി സമനിൽ മാളി. അപ്പോൾ മാളിയായ ഫിഅല് എന്ന് പറഞ്ഞാൽ ഹുവ അത് കുല്ലു ഫിഅലിൻ എല്ലാ ഫിഅലുകളുമാണ്, യദുല്ലു ആ ഫിഅലുകൾ അറിയിക്കുന്നു, അലാ ഹുസൂലി അമലിൻ ഒരു പ്രവർത്തനം കരസ്ഥമാകുന്നതിൻ്റെ മേൽ, ഫി സമനിൽ മാളി കഴിഞ്ഞുപോയ കാലത്തിൽ. അപ്പോൾ കഴിഞ്ഞുപോയ കാലത്ത് ഒരു പ്രവർത്തനം കരസ്ഥമാകുന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ഫിഅലിനെ കുറിച്ചാണ് നമ്മൾ അൽ ഫിഅലുൽ മാളി എന്ന് വിളിക്കുന്നത്. അതായത് ഭൂതകാലത്ത് നടന്നിട്ടുള്ള സംഭവം എന്ന് അറിയിക്കുന്ന തരത്തിലുള്ള ഫിഅലുകളെ കുറിച്ചാണ് മാളിയായിട്ടുള്ള ഫിഅല് എന്ന് അറബി ഭാഷയിൽ നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ തന്നെയുള്ള 2ാമത്തെ പാർട്ടിലേക്ക് കടക്കാം. അൽ ഫിഅലുൽ മുളാരിഉ. മുളാരിഉ ആയിട്ടുള്ള ഫിഅല്. ഓക്കെ, മുളാരിഉ ആയിട്ടുള്ള ഫിഅൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. വർത്തമാനകാലം അല്ലെങ്കിൽ ഭാവി കാലം, ഇവ 2 കാലങ്ങളുടെ മേലും അറിയിക്കുന്ന തരത്തിലുള്ള ഫിഅലുകൾക്കാണ് അൽ ഫിഅലുൽ മുളാരിഉ എന്ന് പറയുന്നത്. വർത്തമാനകാലത്തെക്കുറിച്ച് അറബി ഭാഷയിൽ സൂചിപ്പിക്കാൻ നമ്മൾ അൽ ഹാളിറു എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. ഭാവി കാലത്തിനെ കുറിച്ച് അൽ മുസ്തഖ്ബിലു എന്നാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഹാളിർ, മുസ്തഖ്ബിൽ എന്നുള്ള 2 കാലത്തിലെയും സംഭവങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതായ ഫിഅലുകളെയാണ് അൽ ഫിഅലുൽ മുളാരിഉ എന്ന് നമ്മൾ വിളിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഏതായാലും അതിന് താഴെ നമുക്ക് അൽ അംസിലത്തു എന്ന് കാണാം. ഉദാഹരണങ്ങൾ 8 ഉദാഹരണങ്ങളാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഒന്നാമത്തേത് അഗ്സിലു യദയ്യ. അഗ്സിലു ഞാൻ കഴുകുന്നു അല്ലെങ്കിൽ ഞാൻ കഴുകും, ആ 2 അർത്ഥവും അതിനുണ്ടാകും. യദയ്യ എൻ്റെ 2 കൈകൾ. അഗ്സിലു യദയ്യ എൻ്റെ 2 കൈകൾ ഞാൻ കഴുകുന്നു അല്ലെങ്കിൽ കഴുകും.
രണ്ടാമത്തേത് അൽബസു സിയാബി, അൽബസു ഞാൻ ധരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ധരിക്കും, സിയാബി എൻ്റെ വസ്ത്രങ്ങൾ, അൽബസു സിയാബി എൻ്റെ വസ്ത്രങ്ങൾ ഞാൻ ധരിക്കുന്നു അല്ലെങ്കിൽ ധരിക്കും. മൂന്നാമത്തേത് നെൽഅബു ബിൽ കുറത്തി, നെൽഅബു ഞങ്ങൾ കളിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ കളിക്കും, ബിൽ കുറത്തി ഫുട്ബോൾ കൊണ്ട്, നെൽഅബു ബിൽ കുറത്തി ഫുട്ബോൾ കൊണ്ട് ഞങ്ങൾ കളിക്കുന്നു അല്ലെങ്കിൽ കളിക്കും. നാലാമത്തേത് നംഷി ഫിൽ ഹുഖൂലി, നംഷി ഞങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ നടക്കും, ഫിൽ ഹുഖൂലി വയലുകളിൽ, ഹഖലുൻ എന്ന് പറഞ്ഞാൽ വയൽ എന്നാണ് അർത്ഥം, അതിൻ്റെ ബഹുവചനമാണ് ഹുഖൂലുൻ എന്നുള്ളത് വയലുകൾ. ഫിൽ ഹുഖൂലി എന്ന് പറഞ്ഞാൽ വയലുകളിൽ, നംഷി ഫിൽ ഹുഖൂലി വയലുകളിൽ ഞങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ നടക്കും. അഞ്ചാമത്തേത് യൻബഹുൽ കൽബു, യൻബഹു എന്ന് പറഞ്ഞാൽ കുരക്കുന്നു അല്ലെങ്കിൽ കുരക്കും, അൽ കൽബു എന്നാൽ നായ, യൻബഹുൽ കൽബു നായ കുരക്കുന്നു അല്ലെങ്കിൽ കുരക്കും. 6 യൻതബിഹുൽ ഹാരിസു, യൻതബിഹു എന്ന് പറഞ്ഞാൽ ഉണരുന്നു അല്ലെങ്കിൽ ഉണരും, അൽ ഹാരിസു എന്നാൽ കാവൽക്കാരൻ, യൻതബിഹുൽ ഹാരിസു കാവൽക്കാരൻ ഉണരുന്നു അല്ലെങ്കിൽ ഉണരും. ഏഴാമത്തേത് തഅ്കുലുൽ ബിൻതു, തഅ്കുലു എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കും, അൽ ബിൻതു പെൺകുട്ടി, തഅ്കുലുൽ ബിൻതു പെൺകുട്ടി ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ കഴിക്കും. എട്ടാമത്തേത് തദ്ബുലുൽ വർദത്തു, തദ്ബുലു എന്ന് പറഞ്ഞാൽ വാടുന്നു അല്ലെങ്കിൽ വാടും, അൽ വർദത്തു എന്ന് പറഞ്ഞാൽ റോസ് പൂവ്, തദ്ബുലുൽ വർദത്തു റോസ് പൂവ് വാടുന്നു അല്ലെങ്കിൽ വാടും. പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന 8 ഉദാഹരണങ്ങളും നമ്മളിപ്പോൾ വായിച്ചു. ഓരോ ഉദാഹരണത്തിൻ്റെയും തുടക്കത്തിലായിട്ട് ഓരോ ഫിഅലുകൾ നമുക്ക് കാണാവുന്നതാണ്. ആ ഫിഅലുകളെല്ലാം സൂചിപ്പിക്കുന്നത് വർത്തമാനകാലത്തെയോ അല്ലെങ്കിൽ ഭാവി കാലത്തെയോ പ്രവർത്തനത്തെയാണ് എന്ന് നമുക്കിപ്പോൾ അറിയാം. കാരണം പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കും എന്നുള്ള തരത്തിലുള്ള അർത്ഥങ്ങളാണ് ആ ഫിഅലുകൾക്കുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വർത്തമാനകാലത്തിലെയോ അല്ലെങ്കിൽ ഭാവി കാലത്തിലെയോ ഒരു പ്രവർത്തനത്തിൻ്റെ മേൽ അറിയിക്കുന്ന തരത്തിലുള്ള ഫിഅലുകളെക്കുറിച്ചാണ് നമ്മൾ അൽ ഫിഅലുൽ മുളാരിഉ എന്ന് പറയുന്നത്. ഒരു മുളാരിഉ ആയിട്ടുള്ള ഫിഅലു കൊണ്ട് വർത്തമാനകാലമാണോ അതല്ല ഭാവി കാലമാണോ ഉദ്ദേശിക്കപ്പെട്ടത് എന്നുള്ളത് സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമാണ് എന്നുകൂടി സാന്ദർഭികമായിട്ട് ഉണർത്തുന്നു. ഏതായാലും നമുക്ക് ഖായിദയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യവും കൂടെ പറയാനുണ്ട്. അതായത് അവിടെ നൽകപ്പെട്ടിട്ടുള്ള മുളാരിഉ ആയിട്ടുള്ള ഫിഅലുകളെല്ലാം ഒന്നുകിൽ തുടങ്ങിയിരിക്കുന്നത് ഹംസ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നൂന് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ യാ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ താ കൊണ്ടായിരിക്കും അല്ലേ. ആദ്യത്തെ 2 ഉദാഹരണങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ഹംസ കൊണ്ടാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ഹംസ കൊണ്ട് തുടങ്ങുന്ന ഇത്തരത്തിലുള്ള മുളാരിഉ ആയ ഫിഅലുകൾക്ക് ഞാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്യും എന്നുള്ള അർത്ഥമായിരിക്കും ഉണ്ടായിരിക്കുക. അഗ്സിലു എന്ന് പറഞ്ഞാൽ ഞാൻ കഴുകുന്നു, കഴുകും എന്നുള്ളതാണ്. അൽബസു എന്ന് പറഞ്ഞാലോ ഞാൻ ധരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ധരിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഒന്നുകിൽ ഹംസയായിരിക്കും മുളാരിഉ ആയിട്ടുള്ള ഫിഅലിൻ്റെ തുടക്കത്തിൽ വരുന്നത്. അപ്പോൾ ആ ഫിഅലിൻ്റെ അർത്ഥത്തിൽ ഞാൻ എന്നുള്ള ഒരു ആശയവും കൂടെ ഉണ്ടാകും. ഇനി 3, 4 എന്നീ ഉദാഹരണത്തിലായിട്ട് നെൽഅബു, നംഷി എന്നൊക്കെയുള്ളിടത്ത് ആ മുളാരിഉ ആയിട്ടുള്ള ഫിഅലിൻ്റെ തുടക്കത്തിലുള്ളത് നൂന് ആണ് എന്ന് നമുക്കറിയാം. നൂന് തുടക്കത്തിൽ വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള ഫിഅലുകൾക്ക് ഞങ്ങൾ എന്നുള്ള ഒരു അർത്ഥമുണ്ടാകും. ഓക്കെ, നെൽഅബു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ കളിക്കും. നംഷി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ നടക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നൂന് കൊണ്ട് തുടങ്ങിയിരിക്കുന്ന മുളാരിഉ ആയിട്ടുള്ള ഫിഅലുകളിൽ ഞങ്ങൾ എന്നുള്ള അർത്ഥമുണ്ടാകും എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി 5, 6 ഉദാഹരണങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന മുളാരിഉ ആയിട്ടുള്ള ഫിഅലുകളുടെ തുടക്കത്തിൽ യാ ആണുള്ളത് അല്ലേ. പിന്നെ 7, 8 എന്നീ ഉദാഹരണങ്ങളിലായിട്ടുള്ള ഫിഅലുകളിലോ അവയുടെ എല്ലാം തുടക്കത്തിൽ താ ആണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ യാവും താവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ യാ കൊണ്ട് തുടങ്ങുന്ന മുളാരിഉ ആയിട്ടുള്ള ഫിഅലിന് ശേഷം വരുന്ന പദം അത് പുല്ലിംഗമായിരിക്കുന്ന പദമായിരിക്കും. ഓക്കെ, യൻബഹു
എന്നുള്ളതിന് ശേഷം വന്നത് അൽ കൽബു എന്നുള്ള പദമാണ്. യൻതബിഹു എന്നുള്ളതിന് ശേഷം വന്നിരിക്കുന്നത് അൽ ഹാരിസു എന്നുള്ള പദമാണ് അല്ലെ. കൽബ് എന്നുള്ള പദവും ഹാരിസ് എന്നുള്ള പദവും പുല്ലിംഗമായിരിക്കുന്ന പദമായതിനാലാണ് യൻബഹു യൻതബിഹു എന്നൊക്കെയുള്ള ഫിയലുകളുടെ തുടക്കത്തിൽ യാ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് യാ കൊണ്ട് തുടങ്ങുന്ന തരത്തിലുള്ള മുളാരി ആയിട്ടുള്ള ഫിയലിൻ്റെ അർത്ഥത്തിൽ അവൻ എന്നുള്ള ഒരു ആശയമുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി 7, 8 ജുംലകളിൽ വന്നിരിക്കുന്ന തഅ്കുലു തദ്ബുലു എന്നൊക്കെയുള്ള ഫിയലുകളുടെ തുടക്കത്തിൽ വന്നിരിക്കുന്നത് താ ആണ്. ഇത്തരത്തിലുള്ള ഫിയലുകൾക്ക് ശേഷം വരുന്ന പദം മുഅന്നസ് ആയിരിക്കും, അതായത് സ്ത്രീലിംഗമായിട്ട് വന്ന പദമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൽ ബിന്തു എന്ന് പറഞ്ഞാൽ പെൺകുട്ടി എന്നാണ് അർത്ഥം. അത് സ്ത്രീലിംഗമായിരിക്കുന്ന പദമാണ് എന്ന് നമുക്കറിയാം. അതുപോലെ അൽ വർദത്തു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ നമുക്ക് വട്ടത്തിലുള്ള ഹാ കാണാവുന്നതാണ്. അത്തരത്തിലുള്ള പദവും സ്ത്രീലിംഗമാണ് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീലിംഗമായിട്ട് വരുന്ന പദം ശേഷം വരുമ്പോഴാണ് തഅ്കുലു തദ്ബുലു എന്നൊക്കെയുള്ളത് പോലെ മുളാരി ആയിട്ടുള്ള ഫിയൽ താ കൊണ്ട് തുടങ്ങുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതായത് താ കൊണ്ട് തുടങ്ങുന്ന മുളാരി ആയിട്ടുള്ള ഫിയലുകളിൽ അവൾ എന്നുള്ള ഒരു ആശയമുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് പ്രകാരം മുളാരി ആയിട്ടുള്ള ഫിയൽ ഒന്നുകിൽ തുടങ്ങുന്നത് ഹംസ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നൂന് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ യാ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ താ കൊണ്ടായിരിക്കും. ഹംസ കൊണ്ട് തുടങ്ങുമ്പോൾ ഞാൻ എന്നുള്ള അർത്ഥവും, നൂന് കൊണ്ട് തുടങ്ങുമ്പോൾ ഞങ്ങൾ എന്നുള്ള അർത്ഥവും, യാ കൊണ്ട് തുടങ്ങുമ്പോൾ അവൻ എന്നുള്ള അർത്ഥവും, താ കൊണ്ട് തുടങ്ങുമ്പോൾ അവൾ എന്നുള്ള അർത്ഥവുമായിരിക്കും ഇത്തരത്തിലുള്ള മുളാരി ആയിട്ടുള്ള ഫിയലിനുണ്ടായിരിക്കുക എന്നുകൂടെ കൂട്ടത്തിൽ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില അവസരങ്ങളിൽ താ കൊണ്ട് തുടങ്ങുന്ന മുളാരി ആയിട്ടുള്ള ഫിയലുകൾക്ക് നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നൊക്കെയുള്ള ആശയവും കൂടെ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കുവാനുള്ളതാണ്. ഇനി നമുക്ക് ഈ പാഠത്തിലുള്ള ഖാഇദയിലേക്ക് കടക്കാം. ഒന്ന് ശ്രദ്ധിക്കുക. അൽ ഖാഇദത്തു, 5ാമത്തെ ഖാഇദയാണ് ഈ കിതാബിലുള്ള 5ാമത്തെ ഖാഇദ. ഒന്ന് നോക്കാം. അൽ ഫിഅലുൽ മുളാരിഉ ആയിട്ടുള്ള ഫിഅൽ. അവിടെ അൽ ഫിഅലു എന്നുള്ളിടത്തെ ഹർക്കത്തിന് ചെറിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. മുളാരി ആയിട്ടുള്ള ഫിഅൽ എന്ന് പറഞ്ഞാൽ ഹുവ കുല്ലു ഫിഅലിൻ യദുല്ലു അലാ ഹുസൂലി അമലിൻ ഫി സമനിൽ ഹാളിരി അവിൽ മുസ്തഖ്ബലി വലാ ബുദ്ദ അൻ യകൂന മബ്ദൂഅൻ ബിഹർഫിൻ മിൻ അഹ്റുഫിൽ മുളാറഅതി വഹിയൽ ഹംസത്തു വന്നൂനു വൽ യാഉ വത്താഉ. ഓക്കെ, അൽ ഫിഅലുൽ മുളാരി ആയിട്ടുള്ള ഫിഅൽ എന്ന് പറഞ്ഞാൽ ഹുവ അത് കുല്ലു ഫിഅലിൻ എല്ലാ ഫിഅലുമാണ്. എങ്ങനെയുള്ള ഫിഅൽ? യദുല്ലു അത് അറിയിക്കുന്നു, അലാ ഹുസൂലി അമലിൻ ഒരു പ്രവർത്തനം കരസ്ഥമാകുന്നതിൻ്റെ മേൽ അറിയിക്കുന്നു, ഫി സമനിൽ ഹാളിരി വർത്തമാനകാലത്തിലോ, അവിൽ മുസ്തഖ്ബലി അല്ലെങ്കിൽ ഭാവി കാലത്തിലോ. അപ്പോൾ ഭാവി കാലത്തിലോ വർത്തമാനകാലത്തിലോ ഉള്ളതായിട്ടുള്ള ഒരു പ്രവർത്തനം കരസ്ഥമാകുന്നതിൻ്റെ മേൽ അറിയിക്കുന്നതായ ഫിഅലിനെ കുറിച്ചാണ് നമ്മൾ മുളാരി ആയിട്ടുള്ള ഫിഅൽ എന്ന് പറയുന്നത്. പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കും എന്നൊക്കെയുള്ള ആശയം നൽകുന്ന ഫിഅലുകൾ എന്ന് സാരം. ഇനി അടുത്തത് നോക്കാം. വലാബുദ്ദ എന്ന് പറഞ്ഞാൽ കൂടാതെ കഴിയില്ല എന്നതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം, അതായത് അത്യാവശ്യമാണ് എന്നുള്ള ആശയം. ഓക്കെ, അപ്പോൾ വലാബുദ്ദ അത്യാവശ്യമാണ്, അയ്യക്കൂന ഈ മുളാരി ആയിട്ടുള്ള ഫിഅൽ ആവൽ, മബ്ദൂഅൻ തുടങ്ങപ്പെട്ടത് ആവൽ, ബി ഹർഫിൻ ഒരു ഹർഫ് കൊണ്ട് ഒരു അക്ഷരം കൊണ്ട്, മിൻ അഹ്റുഫിൽ മുളാറഅത്തിൻ്റെ അക്ഷരങ്ങളിൽ നിന്നും. അപ്പോൾ മുളാരി ആയിട്ടുള്ള ഫിഅലുകളുടെ തുടക്കത്തിൽ വരുന്ന അക്ഷരങ്ങളെക്കുറിച്ചാണ് നമ്മൾ അഹ്റുഫുൽ മുളാറഅത്തിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മുളാരി ആയിട്ടുള്ള ഫിഅൽ തുടങ്ങുന്നത് ഏതെങ്കിലും ഒരു മുളാറഅത്തിൻ്റെ ഹർഫ് കൊണ്ടായിരിക്കണം. വഹിയ ഇനി ഈ മുളാറഅത്തിൻ്റെ ഹർഫുകൾ എന്ന് പറഞ്ഞാൽ, മുളാറഅത്തിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അൽ ഹംസത്തു വന്നൂനു വൽ യാഉ വത്താഉ. ഹംസയും നൂനും യാഉം താഉമാണ്. ഓക്കെ, അപ്പോൾ ഈ 4 അക്ഷരങ്ങൾ കൊണ്ടായിരിക്കണം മുളാരി ആയിട്ടുള്ള ഫിഅൽ തുടങ്ങേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹംസയുടെ ആശയം ഞാൻ എന്നാണെന്നും, നൂനിൻ്റെ ആശയം ഞങ്ങൾ എന്നാണെന്നും, യാഇൻ്റെ ആശയം അവൻ എന്നാണെന്നും, താഇൻ്റെ ആശയം അവൾ എന്നതാണെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. കൂടാതെ താഇന് നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നൊക്കെയുള്ള ആശയവും കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതുകൂടെ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുക.
ഏതായാലും നമ്മൾ ഇതിനോടകം തന്നെ രണ്ടു തരത്തിലുള്ള ഫിയലുകളെ പരിചയപ്പെട്ടു. ഒന്ന് മാളിയായിട്ടുള്ള ഫിയല്, രണ്ട് മുളാരി ആയിട്ടുള്ള ഫിയല്. മൂന്നാമതായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത് ഫിയലുൽ അംരി, അംർ ഫിയലിനെ കുറിച്ചാണ്. ഓക്കെ, അംർ ഫിയല് എന്ന് പറഞ്ഞാൽ കൽപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. നീ പ്രവർത്തിക്കൂ, നീ ചെയ്യൂ എന്നൊക്കെയുള്ള ആശയം വരുന്ന ഫിയലുകളാണ്. നമുക്ക് ആദ്യം ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. അൽ അംസിലത്തു, ഉദാഹരണങ്ങൾ. അവിടെ 6 ഉദാഹരണങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഒന്നാമത്തേത് ഇൽഅബ് ബിൽ ഖുറത്തി. ഇൽഅബ് എന്ന് പറഞ്ഞാൽ നീ കളിക്കൂ എന്നാണ് അർത്ഥം. ബിൽ ഖുറത്തി എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കൊണ്ട്. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് എന്നാണ് അർത്ഥം. ഖുറത്തുൻ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ. അപ്പോൾ ഇൽഅബ് ബിൽ ഖുറത്തി, ഫുട്ബോൾ കൊണ്ട് നീ കളിക്കൂ. രണ്ടാമത്തേത് അത്ഇം ഖിത്തക. അത്ഇം എന്ന് പറഞ്ഞാൽ നീ ഭക്ഷണം നൽകൂ എന്നാണ് അർത്ഥം. ഖിത്തക എന്നാൽ നിൻ്റെ പൂച്ചക്ക്. ഖിത്തുൻ എന്ന് പറഞ്ഞാൽ പൂച്ച എന്നാണ് അർത്ഥം. അതിനോട് ക എന്നുള്ള അക്ഷരവും കൂടെ കൂട്ടിയാൽ നിൻ്റെ പൂച്ച എന്നുള്ള അർത്ഥം വരും. അപ്പോൾ അത്ഇം ഖിത്തക, നിൻ്റെ പൂച്ചക്ക് നീ ഭക്ഷണം നൽകൂ. ഇനി മൂന്നാമത്തേത് നല്ലിഫ് സിയാബക്ക. നല്ലിഫ് എന്ന് പറഞ്ഞാൽ നീ വൃത്തിയാക്കൂ എന്നാണ് അർത്ഥം. സിയാബക്ക, നിൻ്റെ വസ്ത്രങ്ങൾ. സിയാബുൻ എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ എന്നാണ് അർത്ഥം. അതിനോടും ക എന്നുള്ള പദം ചേർത്താൽ നിൻ്റെ വസ്ത്രം എന്നുള്ള അർത്ഥം ലഭിക്കും. നല്ലിഫ് സിയാബക്ക, നിൻ്റെ വസ്ത്രങ്ങൾ നീ വൃത്തിയാക്കൂ. ഇനി നാലാമത്തേത് നം മുബക്കിറൻ. നം എന്ന് പറഞ്ഞാൽ നീ ഉറങ്ങൂ എന്നാണ് അർത്ഥം. മുബക്കിറൻ എന്ന് പറഞ്ഞാൽ നേരത്തെ. നം മുബക്കിറൻ, നീ നേരത്തെ ഉറങ്ങൂ. അഞ്ചാമത്തേത് തമഹൽ ഫിസ്സൈരി. തമഹൽ എന്ന് പറഞ്ഞാൽ സാവകാശം ചെയ്യൂ എന്നാണ് അർത്ഥം. ഫിസ്സൈരി എന്ന് പറഞ്ഞാൽ യാത്രയിൽ, സഞ്ചാരത്തിൽ. ഫി എന്നാൽ ഇൽ എന്നാണ് അർത്ഥം. സൈറുൻ എന്ന് പറഞ്ഞാൽ യാത്ര, സഞ്ചാരം. അപ്പോൾ തമഹൽ ഫിസ്സൈരി എന്ന് പറഞ്ഞാൽ യാത്രയിൽ സാവകാശം ചെയ്യൂ എന്നായിരിക്കും അതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി ആറാമത്തേത് അജിദ് മൽഗത്ത്വാമി. അജിദ് എന്ന് പറഞ്ഞാൽ നീ നന്നായി ചെയ്യൂ എന്നാണ് അതിൻ്റെ അർത്ഥം. മൽഗുൻ എന്ന് പറഞ്ഞാൽ ചവച്ചരക്കൽ. ത്വാമുൻ എന്നാൽ ഭക്ഷണം എന്നാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അജിദ് മൽഗത്ത് ത്വാമി എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ ചവച്ചരക്കുന്നത് നീ നന്നായി ചെയ്യൂ എന്നായിരിക്കും അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, ഏതായാലും നമ്മൾ അവിടെ പറയപ്പെട്ടിട്ടുള്ള 6 ഉദാഹരണങ്ങളും വായിച്ചു കഴിഞ്ഞു. ആ ഉദാഹരണങ്ങളെല്ലാം തുടങ്ങുന്നത് ഓരോ ഫിയലുകൾ കൊണ്ടാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ആ ഫിയലുകൾ കൊണ്ടുള്ള ആശയം എന്താണ്? നീ പ്രവർത്തിക്കൂ അല്ലെങ്കിൽ നീ ചെയ്യൂ എന്നൊക്കെയാണ് അല്ലേ. അതായത് ഒരു പ്രവർത്തനം ഭാവി കാലത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് മറ്റൊരാളോട് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ പദങ്ങളെല്ലാം, ആ ഫിയലുകളെല്ലാം നമ്മളവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. അതായത് നമ്മൾ ആ കാര്യം പറഞ്ഞതിന് ശേഷം മറ്റേ ആൾ അത് ചെയ്യണം എന്നുള്ള ആശയത്തിനാണ് ഈ ഫിയലുകളെല്ലാം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഫിയലുകളെയാണ് നമ്മൾ ഫിയലുൽ അംരി എന്ന് വിളിക്കുന്നത്. കൽപ്പനക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫിയലുകൾ എന്നു സാരം. ഓക്കെ, ഇനി നമുക്ക് ഈ പാഠത്തിലുള്ള ഖാഇദയിലേക്ക് കടക്കാം. ഒന്ന് ശ്രദ്ധിക്കുക. ഈ പാഠപുസ്തകത്തിലുള്ള 6ാമത്തെ ഖാഇദയാണ് 6. ഫിയലുൽ അംരി. അംർ ഫിയല് എന്ന് പറഞ്ഞാൽ ഹുവ കുല്ലു ഫിയലിൻ യുത്ലബു ബിഹി ഹുസൂലു ഷൈഇൻ ഫി സമനിൽ മുസ്തഖ്ബലി. ഒന്ന് ശ്രദ്ധിക്കുക. ഫിയലുൽ അംരി, അംർ ഫിയല് എന്ന് പറഞ്ഞാൽ ഹുവ അത്, കുല്ലു ഫിയലിൻ എല്ലാ ഫിയലുമാണ്, യുത്ലബു ബിഹി ആ ഫിയലു കൊണ്ട് ആവശ്യപ്പെടുന്നു, ഹുസൂലു ഷൈഇൻ ഒരു കാര്യം ഉണ്ടാവൽ, ഒരു കാര്യം കരസ്ഥമാകൽ, ഫി സമനിൽ മുസ്തഖ്ബലി ഭാവി കാലത്തിൽ. അപ്പോൾ ഭാവി കാലത്തിൽ ഒരു കാര്യം കരസ്ഥമാകൽ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഈ ഫിയലിനെ കുറിച്ചാണ് നമ്മൾ അംർ ഫിയല് എന്ന് പറയുന്നത്. അതായത് ഭാവി കാലത്ത് കളി എന്നുള്ള പ്രവർത്തനം ഉണ്ടാവണം, അല്ലെങ്കിൽ ഭാവി കാലത്ത് വൃത്തിയാക്കൽ എന്നുള്ള പ്രവർത്തനം ഉണ്ടാകണം എന്നുള്ള ആശയത്തിനാണ് നീ കളിക്കൂ അല്ലെങ്കിൽ നീ വൃത്തിയാക്കൂ എന്നൊക്കെയുള്ള തരത്തിലുള്ള അംർ ഫിയലുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ കൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫിയലുകളെ കുറിച്ചാണ് ഫിയലുൽ അംർ എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക.
ഏതായാലും ഈ പാഠത്തിലായിട്ട് നമ്മൾ 3 തരത്തിലുള്ള ഫിയലുകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഒന്ന് മാളിയായിട്ടുള്ള ഫിയല്, 2 മുലാരി ആയിട്ടുള്ള ഫിയല്, മൂന്നാമത്തേത് അംറ് ആയിട്ടുള്ള ഫിയല്. ഓക്കെ, ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഈ പാഠത്തിലുള്ള തംരീനാത്തുകളിലേക്കാണ്, എക്സൈസുകളിലേക്കാണ്. ഒന്നാമത്തെ തംരീന് നമുക്കൊന്ന് നോക്കാം. ഇഖ്റഇൽ ഇബാറാത്തിൽ ആതിയത വമയ്യിസിൽ അഫ്ആലൽ മാളിയത വൽ അഫ്ആലൽ മുലാരിഅത വ അഫ്ആലൽ അംരി. ഇഖ്റഇൽ ഇബാറാത്തിൽ ആതിയത, താഴെയുള്ള ഖണ്ഡികകൾ, താഴെയുള്ള വാക്യങ്ങൾ വായിക്കുക. വമയ്യിസിൽ അഫ്ആലൽ മാളിയത, എന്നിട്ട് മാളിയായിട്ടുള്ള ഫിഅലുകളെ വേർതിരിച്ച് എഴുതുക. വൽ അഫ്ആലൽ മുലാരിഅത, മുലാരി ആയിട്ടുള്ള ഫിഅലുകളെയും വ അഫ്ആലൽ അംരി, അംറ് ഫിഅലുകളെയും. അതായത് അതിന് താഴെയായിട്ട് നമുക്ക് കുറച്ച് വാക്യങ്ങൾ കാണാവുന്നതാണ്. ആ വാക്യങ്ങളിലെല്ലാം ചിലയിടത്ത് മാളിയായിട്ടുള്ള ഫിഅലുകളുണ്ടാകും, മറ്റു ചിലയിടത്ത് മുലാരി ആയിട്ടുള്ള ഫിഅലുകളുണ്ടാകും, മറ്റു ചിലയിടത്ത് അംറ് ഫിഅലുകളുണ്ടാകും. അപ്പോൾ അവ ഓരോന്നും വേർതിരിച്ചെഴുതുക എന്നുള്ളതാണ് ചോദ്യത്തിൽ പറയുന്നത്. ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ജനൽ ഫല്ലാഹു ഖുത്നഹു വബാഅഹു സുമ്മഷ്തറ ബിബഅളി സമനിഹി മാ യഹ്താജു ഇലൈഹി. ജന എന്ന് പറഞ്ഞാൽ പറിച്ചു, വിളവെടുത്തു എന്നൊക്കെയാണ് അർത്ഥം. അൽ ഫല്ലാഹു എന്നാൽ കർഷകൻ, ഖുത്നഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ പഞ്ഞി, പരുത്തി. ഓക്കെ, അപ്പോൾ ജനൽ ഫല്ലാഹു ഖുത്നഹു, കർഷകൻ തൻ്റെ പരുത്തി വിളവെടുത്തു. വബാഅഹു, എന്നിട്ട് അത് വിൽപ്പന നടത്തുകയും ചെയ്തു. ബാഅ എന്നാൽ വിറ്റു എന്നാണ് അർത്ഥം. ഇനി സുമ്മഷ്തറ ബിബഅളി സമനിഹി മാ യഹ്താജു ഇലൈഹി. സുമ്മ എന്നാൽ പിന്നീട് എന്നാണ് അർത്ഥം. ഇഷ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങി. ബിബഅളി സമനിഹി, ബഅളുൻ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നാണ് അർത്ഥം. സമനുൻ എന്ന് പറഞ്ഞാൽ വില, സമനിഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില. അപ്പോൾ സുമ്മ പിന്നീട്, ഇഷ്തറ ആ കർഷകൻ വാങ്ങി, ബിബഅളി സമനിഹി അതിൻ്റെ കുറച്ച് വില കൊണ്ട്, മാ ഒരു കാര്യം, യഹ്താജു ആ കർഷകൻ ആവശ്യമാകും, ഇലൈഹി ആ ഒന്നിലേക്ക്. അപ്പോൾ ഒരു കർഷകൻ തൻ്റെ പരുത്തി അത് വിളവെടുത്തതിന് ശേഷം വിൽപ്പന നടത്തി അതിൽ നിന്നും കിട്ടിയിട്ടുള്ള വിലയുടെ കുറഞ്ഞ കാശെടുത്തുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങി എന്നതാണ് ഒന്നാമത്തെ വാക്യത്തിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തേത്, നളറ ത്വിഫ്ലു ഇല ത്വാഇരി വഹുവ യുഹല്ലിഖു ഫിസ്സമായി ഫഅഹബ്ബ അൻ യത്വയിറ മിസ്ലഹു. നളറ എന്നാൽ നോക്കി, അത്വിഫ്ലു ത്വിഫ്ലുൻ എന്നാൽ ചെറിയ കുട്ടി, ഇല എന്നാൽ ലേക്ക്, ത്വാഇറുൻ എന്നാൽ പക്ഷി. നളറ ത്വിഫ്ലു ഇല ത്വാഇരി, ചെറിയ കുട്ടി പക്ഷിയിലേക്ക് നോക്കി. വഹുവ യുഹല്ലിഖു ഫിസ്സമായി, വഹുവ ആ പക്ഷി, യുഹല്ലിഖു വട്ടമിട്ട് പറക്കുന്നു, ഫിസ്സമായി ആകാശത്തിൽ. വഹുവ യുഹല്ലിഖു ഫിസ്സമായി ആ പക്ഷി ആകാശത്തിൽ വട്ടമിട്ട് പറക്കുന്നു. ഫഅഹബ്ബ അൻ യത്വയിറ മിസ്ലഹു, ഫ എന്നാൽ അപ്പോൾ, അഹബ്ബ എന്നാൽ ഇഷ്ടപ്പെട്ടു, അൻ യത്വയിറ എന്ന് പറഞ്ഞാൽ പറക്കാൻ എന്നാണ് അർത്ഥം, മിസ്ലഹു അതിനെപ്പോലെ. ഫഅഹബ്ബ അൻ യത്വയിറ മിസ്ലഹു അപ്പോൾ ആ കുട്ടി ആ പക്ഷിയെപ്പോലെ പറക്കാൻ ഇഷ്ടപ്പെട്ടു. ഇനി മൂന്നാമത്തേത്, ഹബ്ബത്തിൽ അവാസിഫു ലൈലൻ ഫഅത്ഫഅത്തിൽ മസാബിഹ വഖ്തലഅത് ബഅളൽ അഷ്ജാരി. ഹബ്ബ എന്ന് പറഞ്ഞാൽ അടിച്ചു വീശി, അൽ അവാസിഫു എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റുകൾ, ലൈലൻ രാത്രി. ഹബ്ബത്തിൽ അവാസിഫു ലൈലൻ രാത്രി കൊടുങ്കാറ്റുകൾ അടിച്ചു വീശി. ഫഅത്ഫഅത്തിൽ മസാബിഹ, അത്ഫഅ എന്ന് പറഞ്ഞാൽ കെടുത്തി, അണച്ചു എന്നൊക്കെയാണ് അർത്ഥം. മസാബിഹു എന്ന് പറഞ്ഞാൽ വിളക്കുകൾ. ഫഅത്ഫഅത്തിൽ മസാബിഹ അപ്പോൾ ആ കൊടുങ്കാറ്റുകൾ വിളക്കുകൾ അണച്ചു, കെടുത്തി. വഖ്തലഅത് ബഅളൽ അഷ്ജാരി, യഖ്തലഅ എന്ന് പറഞ്ഞാൽ പിഴുതെറിഞ്ഞു എന്നാണ് അർത്ഥം. ബഅള എന്ന് പറഞ്ഞാൽ കുറച്ച്, ചില എന്നൊക്കെയാണ് അർത്ഥം. അൽ അഷ്ജാർ എന്നാൽ മരങ്ങൾ. വഖ്തലഅത് ബഅളൽ അഷ്ജാരി ആ കൊടുങ്കാറ്റുകൾ ചില മരങ്ങൾ പിഴുതെറിയുകയും ചെയ്തു. ഇനി നാലാമത്തേത്, സതദ്ദിബു അലൽ ഗനമി ഫഫ്തറസ വാഹിദതൻ വഫറ ഹാരിബൻ.
സത എന്ന് പറഞ്ഞാൽ ആക്രമിച്ചു, ചാടി വീണു എന്നൊക്കെയാണ് അർത്ഥം. ദിഇബുൻ എന്നാൽ ചെന്നായ, അല എന്നാൽ മേൽ, അൽ ഗനമി ഗനമുൻ എന്നാൽ ആട്ടിൻ പറ്റം എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ സതദ്ദിഇബു അലൽ ഗനമി, ചെന്നായ ആട്ടിൻ പറ്റത്തിൻ്റെ മേൽ ചാടി വീണു. ഫഫ്തറസ വാഹിദത്തൻ, ഇഫ്തറസ എന്നാൽ വേട്ടയാടി എന്നാണ് അർത്ഥം. വാഹിദത്തൻ എന്ന് പറഞ്ഞാൽ ഒന്നിനെ. ഫഫ്തറസ വാഹിദത്തൻ, അപ്പോൾ ആ ചെന്നായ ഒന്നിനെ വേട്ടയാടി. ഫറ ഹാരിബൻ, ഫറ എന്ന് പറഞ്ഞാൽ ഓടി എന്നാണ് അർത്ഥം. ഹാരിബൻ എന്ന് പറഞ്ഞാൽ പേടിച്ചോടുന്നതായിട്ട്. ഓക്കെ, അപ്പോൾ ഫറ ഹാരിബൻ, പിന്നീട് ആ ചെന്നായ പേടിച്ച് ഓടിപ്പോവുകയും ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി അഞ്ചാമത്തേത് ഉദ്ഖുലിൽ ബുസ്താന വമത്തിഅ നഫ്സക ബിമൻളരിഹി വലാ തഅബസ് ബി അസ്ഹാരിഹി വസിമാരിഹി. ഉദ്ഖുൽ എന്ന് പറഞ്ഞാൽ നീ പ്രവേശിക്കൂ എന്നാണ് അർത്ഥം. ബുസ്താനുൻ എന്നാൽ പൂന്തോട്ടം. അപ്പോൾ ഉദ്ഖുലിൽ ബുസ്താന, നീ പൂന്തോട്ടത്തിൽ പ്രവേശിക്കുക. വമത്തിഅ നഫ്സക ബിമൻളരിഹി, മത്യ എന്ന് പറഞ്ഞാൽ നീ ആനന്ദിപ്പിക്കൂ, നീ സന്തോഷിപ്പിക്കൂ എന്നൊക്കെയാണ് അർത്ഥം. നഫ്സക നിൻ്റെ ശരീരത്തെ, ബി മൻളരിഹി ആ പൂന്തോട്ടത്തിൻ്റെ കാഴ്ച കൊണ്ട്. മൻളറുൻ എന്ന് പറഞ്ഞാൽ കാഴ്ച എന്നാണ് അർത്ഥം. അപ്പോൾ വമത്തിഅ നഫ്സക ബി മൻളരിഹി ആ തോട്ടത്തിൻ്റെ കാഴ്ച കൊണ്ട് നിൻ്റെ ശരീരത്തെ, നിന്നെ തന്നെ നീ സന്തോഷിപ്പിക്കൂ. വലാ തഅബസ് ബി അസ്ഹാരിഹി വസിമാരിഹി, വലാ തഅബസ് എന്ന് പറഞ്ഞാൽ നീ കളിക്കരുത്. ബി അസ്ഹാരിഹി ആ പൂന്തോട്ടത്തിലുള്ള പൂക്കൾ കൊണ്ടും, വസിമാരിഹി ആ പൂന്തോട്ടത്തിലെ പഴങ്ങൾ കൊണ്ടും. വലാ തഅബസ് ബി അസ്ഹാരിഹി വസിമാരിഹി ആ പൂന്തോട്ടത്തിലെ പഴങ്ങൾ കൊണ്ടും പൂക്കൾ കൊണ്ടും നീ കളിക്കരുത്. ആറാമത്തേത് ലാ തുക്സിർ മിനൽ കലാമി വലാ തന്തിഖ് ബിമാ ലാ തഅലമു. ലാ തുക്സിർ എന്ന് പറഞ്ഞാൽ നീ അധികരിപ്പിക്കരുത്, മിനൽ കലാമി സംസാരത്തിൽ നിന്നും, അതായത് നീ കൂടുതലായിട്ട് സംസാരിക്കരുത്. വലാ തന്തിഖ് നീ ഉച്ചരിക്കരുത്, ബിമാ ഒരു കാര്യം കൊണ്ട്, ലാ തഅലമു നീ അറിയാത്ത. വലാ തന്തിഖ് ബിമാ ലാ തഅലമു നീ അറിയാത്ത കാര്യം കൊണ്ട് നീ സംസാരിക്കരുത്, നീ ഉച്ചരിക്കരുത്. ഏഴാമത്തേത് യഗ്സിൽ യദൈക ഖബലൽ അഖിലി വബഅദഹു വനളിഫ് അസ്നാനക വലാ തുദ്ഖിലി ത്വഅമ അല ത്വഅമി. യഗ്സിൽ എന്ന് പറഞ്ഞാൽ നീ കഴുകൂ എന്നാണ് അർത്ഥം. യദൈക നിൻ്റെ രണ്ടു കൈകളെ, ഖബലൽ അഖിലി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും, വബഅദഹു ഭക്ഷണത്തിന് ശേഷവും. ഭക്ഷണത്തിന് മുമ്പും ശേഷവും നിൻ്റെ രണ്ട് കൈകളും നീ കഴുകൂ. വനളിഫ് അസ്നാനക നളിഫ് എന്നാൽ നീ വൃത്തിയാക്കൂ. അസ്നാനക നിൻ്റെ പല്ലുകളെ. വനളിഫ് അസ്നാനക നിൻ്റെ പല്ലുകളെ നീ വൃത്തിയാക്കൂ. വലാ തുദ്ഖിൽ ലാ തുദ്ഖിൽ എന്നാൽ നീ പ്രവേശിപ്പിക്കരുത് എന്നാണ് അർത്ഥം. അത്വഅമ ഭക്ഷണത്തെ, അല ത്വഅമി ഭക്ഷണത്തിൻ്റെ മേൽ. വലാ തുദ്ഖിലി ത്വഅമ അല ത്വഅമി നീ ഭക്ഷണത്തെ ഭക്ഷണത്തിൻ്റെ മേൽ പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഒരു ഭക്ഷണം കഴിച്ചു പിന്നീട് അത് ദഹിക്കുന്നതിന് മുമ്പേ തന്നെ അതിന് മുകളിലായിട്ട് മറ്റൊരു ഭക്ഷണവും കൂടി കഴിക്കുക. അങ്ങനെ അമിതമായിട്ട് നീ ഭക്ഷണം കഴിക്കരുത് എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഏതായാലും നമ്മളിപ്പോൾ 7 വാക്യങ്ങൾ ഒന്നാമത്തെ തംരീനിലായിട്ട് വായിച്ചു. ആ വാക്യങ്ങളിലെല്ലാമുള്ള ഫിഅലുകളെ മാളി, മുളാരി, അംർ എന്നിങ്ങനെ വേർതിരിച്ചെഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ തംരീനിൽ പറയുന്നത്. ഇനി രണ്ടാമത്തേതിലെ ചോദ്യം വായിക്കാം. ള ഖബല കുല്ലിസ്മിൻ മിനൽ അസ്മാഇൽ ആതിയത്തി ഔ ബഅദഹു ഫിഅലൻ മാളിയൻ യുലായിമുഹു. ള നീ വെച്ചു കൊടുക്കുക, ഖബല കുല്ലിസ്മിൻ എല്ലാ ഇസ്മിനും മുമ്പായിട്ട്, മിനൽ അസ്മാഇൽ ആതിയത്തി താഴെയുള്ള ഇസ്മുകളിൽ നിന്നും, ഔ ബഅദഹു അല്ലെങ്കിൽ എല്ലാ ഇസ്മിനും ശേഷമായിട്ട്, ഫിഅലൻ മാളിയൻ മാളിയായിട്ടുള്ള ഒരു ഫിഅലിനെ, യുലായിമുഹു ആ ഇസ്മിനോട് യോജിക്കുന്നതായ. അപ്പോൾ അതിന് താഴെ നമുക്ക് കുറച്ച് ഇസ്മുകൾ കാണാം. ആ ഇസ്മുകൾക്ക് മുമ്പോ ശേഷമോ ആയിട്ട് ആ ഇസ്മിനോട് യോജിച്ച തരത്തിലുള്ള മാളിയായിട്ടുള്ള ഫിഅൽ വെച്ചു കൊടുക്കണം എന്നുള്ളതാണ് ചോദ്യത്തിൽ പറയുന്നത്. നമുക്കാദ്യം ആ ഇസ്മുകൾ ഒന്ന് വായിക്കാം. ഒന്നാമത്തേത് അൽ ഗുസ്നു. ഗുസ്നുൻ എന്നാൽ മരക്കൊമ്പ് എന്നാണ് അർത്ഥം.
രണ്ടാമത്തേത് അസ്സുജാജു, സുജാജുൻ എന്നാൽ ഗ്ലാസ് എന്നാണ് അർത്ഥം. അൽ ഖലമു, ഖലമുൻ എന്നാൽ പേന. അഷംസു, ഷംസുൻ എന്നാൽ സൂര്യൻ. അൽ ഖിത്താറു, ഖിത്താറുൻ എന്നാൽ തീവണ്ടി. അൽ ബഹ്റു, ബഹ്റുൻ എന്നാൽ കടൽ. അസ്സമറു, സമറുൻ എന്നാൽ പഴം. അൽ മിസ്ബാഹു, മിസ്ബാഹുൻ എന്നാൽ വിളക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നൽകപ്പെട്ടിട്ടുള്ള ഈ ഇസ്മുകൾ ആ ഇസ്മുകൾക്ക് യോജിച്ച തരത്തിലുള്ള മാളിയായ ഫിഅലുകൾ അവക്ക് മുമ്പോ ശേഷമോ ആയിട്ട് വെച്ചു കൊടുക്കണം എന്നതാണ് ഒന്നാമത്തെ ചോദ്യത്തിൽ പറയുന്നത്. ഇനി രണ്ടാമത്തേത് ള ഖബല കുല്ലിസ്മിൻ മിനൽ അസ്മാഇൽ ആതിയത്തി ഔ ബഅദഹു ഫിഅലൻ മുളാരിഅൻ യുലായിമുഹു. ള ഖബല കുല്ലിസ്മിൻ മിനൽ അസ്മാഇൽ ആതിയത്തി, താഴെയുള്ള ഇസ്മുകളിൽ നിന്നും എല്ലാ ഇസ്മിനും മുമ്പായിട്ട് നീ വെച്ചു കൊടുക്കുക. ഔ ബഅദഹു, അല്ലെങ്കിൽ എല്ലാ ഇസ്മിനും ശേഷമായിട്ട് വെച്ചു കൊടുക്കുക. ഫിഅലൻ മുളാരിഅൻ യുലായിമുഹു, ആ ഇസ്മിനോട് യോജിക്കുന്ന തരത്തിലുള്ള മുളാരി ആയിട്ടുള്ള ഫിഅലിനെ. നേരത്തെ നമ്മൾ വെച്ചു കൊടുക്കാൻ പറഞ്ഞത് മാളിയായിട്ടുള്ള ഫിഅലുകളായിരുന്നു. ഇനി താഴെയുള്ള ഇസ്മുകൾക്ക് മുമ്പോ ശേഷമോ ആയിട്ട് അവയോട് യോജിച്ച മുളാരി ആയിട്ടുള്ള ഫിഅലുകളാണ് വെച്ചു കൊടുക്കേണ്ടത്. ഏതൊക്കെയാണ് ഇസ്മുകൾ? അർ റീഹു, റീഹുൻ എന്നാൽ കാറ്റ്. അൽ ഗുബാറു, ഗുബാറുൻ എന്നാൽ പൊടിപടലം. അൽ ഹിലാലു, ഹിലാലുൻ എന്നാൽ ചന്ദ്രക്കല. അൽ ഇനാഉ, ഇനാഉൻ എന്നാൽ പാത്രം. അൽ മിസ്ബാഹു, മിസ്ബാഹുൻ എന്നാൽ വിളക്ക്. അൻ നെഹ്റു, നെഹ്റുൻ എന്നാൽ പുഴ, നദി എന്നൊക്കെയാണ് അർത്ഥം. അസ് സഫീനത്തു, സഫീനത്തുൻ എന്നാൽ കപ്പൽ. അൽ ഖലമു, ഖലമുൻ എന്നാൽ പേന. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇസ്മുകൾക്കും മുമ്പോ ശേഷമോ ആയിട്ട് യോജിച്ചതായ മുളാരിയായ ഫീല് വെച്ചു കൊടുക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ തംരീനിലേക്ക് നീങ്ങാം. മൂന്നാമത്തെ തംരീനിലെ ഒന്നാമത്തെ ചോദ്യം ള ഫിഅലൻ മുളാരിഅൻ ഫിൽ മക്കാനിൽ ഖാലി മിമ്മാ യഅതി. ള ഫിഅലൻ മുളാരിഅൻ, മുളാരി ആയിട്ടുള്ള ഫിഅലിനെ നീ വെച്ചു കൊടുക്കുക. ഫിൽ മക്കാനിൽ ഖാലി, ഒഴിഞ്ഞ സ്ഥലത്തിൽ. മിമ്മാ യഅതി, വരുന്നതിൽ നിന്നും. അപ്പോൾ അതിന് താഴെയായിട്ട് നമുക്ക് 4 ജുംലകൾ കാണാം. ആ 4 ജുംലകളിലും ഒഴിഞ്ഞതായ സ്ഥലത്തിൽ ഡാഷ് ഇട്ട സ്ഥലത്ത് യോജിച്ചതായ മുളാരിയായ ഫീല് വെച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഇടത്ത് പറയുന്നത്. ആദ്യത്തേത് നമുക്ക് വായിക്കാം. അൽ ഫഅറത്തു ഡാഷ് മിനൽ ഖിത്തി. അൽ ഫഅറത്തു, എലി. ഡാഷ് എന്നുള്ളിടത്താണ് നമ്മൾ ഒരു മുളാരി ആയിട്ടുള്ള ഫീല് വെച്ചു കൊടുക്കേണ്ടത്. മിനൽ ഖിത്തി, പൂച്ചയിൽ നിന്നും. രണ്ടാമത്തേത് അൽ കൽബു ഡാഷ് വറാഅ സ്വാഹിബിഹി. അൽ കൽബു, നായ. വറാഅ സ്വാഹിബിഹി, തൻ്റെ യജമാനിന് പിറകിലായിട്ട്. വറാഅ എന്നാൽ പിറകിൽ. സ്വാഹിബിഹി, തൻ്റെ യജമാനൻ. ഇനി മൂന്നാമത്തേത് അദ്ദജാജത്തു ഡാഷ് കുല്ലയോമിൻ ബൈളത്തൻ. അദ്ദജാജത്തു, പിടക്കോഴി. കുല്ലയോമിൻ, എല്ലാ ദിവസവും. ബൈളത്തൻ, ഒരു മുട്ട. ഇനി നാലാമത്തേത് അൽ ഉമ്മു ഡാഷ് ഔലാദഹ. അൽ ഉമ്മു, മാതാവ്. ഡാഷ് ഔലാദഹ, തൻ്റെ മക്കളെ, തൻ്റെ ആൺമക്കളെ. ഓക്കെ, ഏതായാലും അവിടെയൊക്കെ ഡാഷ് ഇട്ട ഭാഗത്ത് മുളാരി ആയിട്ടുള്ള ഫിഅലി വെച്ചു കൊടുക്കണം എന്നതാണ് ഒന്നാമത്തെ ചോദ്യത്തിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം ബാ ഇട്ടുകൊണ്ട് നമുക്ക് കാണാവുന്നതാണ്. ള ഫിഅലൻ മാളിയൻ ഫിൽ മക്കാനിൽ ഖാലി മിമ്മാ യഅതി. ള ഫിഅലൻ മാളിയൻ, മാളിയായിട്ടുള്ള ഫിഅല് നീ വെച്ചു കൊടുക്കുക. ഫിൽ മക്കാനിൽ ഖാലി, ഒഴിഞ്ഞ സ്ഥലത്തിൽ. മിമ്മാ യഅതി, വരുന്നതിൽ നിന്നും. അതായത് അതിന് താഴെയുള്ള ജുംലകളിലായിട്ട് ഒഴിഞ്ഞ് നിൽക്കുന്ന സ്ഥലത്ത് യോജിച്ചതായ മാളിയായ ഫിഅല് വെച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അൽ വലതു ഡാഷ് അൽ ജുലൂസ. അൽ വലതു, ആൺകുട്ടി. ഡാഷ് അൽ ജുലൂസ, ഇരുത്തത്തെ. രണ്ടാമത്തേത് അർ റജുലു ഡാഷ് ഫിന്നഹരി. അർ റജുലു, പുരുഷൻ. ഡാഷ് ഫിന്നഹരി, നദിയിൽ. മൂന്നാമത്തേത് അൽ ഖാദിമു ഡാഷ് അൽ ഹുജറത്ത. അൽ ഖാദിമു, സേവകൻ. അൽ ഹുജറത്ത, റൂം. 4 അലിയുൻ ഡാഷ് ഇലാ ഫറൻസ. അലിയുൻ, അലി. ഡാഷ് ഇലാ ഫറൻസ, ഫ്രാൻസിലേക്ക്. ഓക്കെ, ഏതായാലും അവിടെയും ഡാഷ് ഇട്ട ഭാഗത്ത് യോജിച്ചതായ മാളിയായ ഫിഅലി വെച്ചു കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ തംരീനിലേക്ക് കടക്കാം. 3 ചോദ്യങ്ങളാണ് അതിലുള്ളത്. ഒന്നാമത്തേത് ഈതി ബി ഖംസി ജുമലിൻ കുല്ലു വാഹിദത്തിൻ മിൻഹ മബ്ദൂഅത്തുൻ ബിഫിഅലിൻ മാളിൻ. ഈതി ബി ഖംസി ജുമലിൻ, 5 ജുംലകൾ, 5 വാക്യങ്ങൾ കൊണ്ടുവരണം. കുല്ലു വാഹിദത്തിൻ മിൻഹ, അവയിലുള്ള എല്ലാ ഓരോന്നും. മബ്ദൂഅത്തുൻ ബിഫിഅലിൻ മാളിൻ, മാളിയായ ഫിഅലു കൊണ്ട് തുടങ്ങപ്പെട്ടതാണ്. അപ്പോൾ മാളിയായ ഫിഅലു കൊണ്ട് തുടങ്ങുന്ന 5 ജുംലകൾ എഴുതണം.
രണ്ടാമത്തേത് ഈതി ബി ഖംസി ജുമലിൻ കുല്ലു വാഹിദത്തിൻ മിൻഹ മബ്ദൂഅത്തുൻ ബി ഫിഅലിൻ മുളാരിഇൻ. മുളാരി ആയിട്ടുള്ള ഫിഅൽ കൊണ്ട് തുടങ്ങപ്പെടുന്ന 5 ജുംലകൾ എഴുതണം. മൂന്നാമത്തേത് ഈതി ബി ഖംസി ജുമലിൻ ഫീ കുല്ലി വാഹിദത്തിൻ മിൻഹ ഫിഅലു അംരിൻ. ഈതി ബി ഖംസി ജുമലിൻ 5 ജുംലകൾ കൊണ്ടുവരണം. ഫീ കുല്ലി വാഹിദത്തിൻ മിൻഹ അവയിലുള്ള എല്ലാ ഓരോന്നിലുമുണ്ട് ഫിഅലു അംരിൻ അംർ ഫിഅലുണ്ട്. അപ്പോൾ അംർ ഫിഅൽ ഉള്ളതായ 5 ജുംലകൾ എഴുതണം എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യത്തിൽ പറയുന്നത്. ഇനി നമുക്ക് അഞ്ചാമത്തെ തംരീനിലേക്ക് കടക്കാം. ഈതി ബി അർബഇ ജുമലിൻ ബി കുല്ലി മിൻഹ ഫിഅലുൻ മുളാരിഉൻ ബിഹൈസു തകൂനു അഹ്റുഫുൽ മുളാറഅതി ഫിൽ അഫ്ആലിൽ അർബഅതി മുഖ്തലിഫതൻ. ഒന്ന് ശ്രദ്ധിക്കുക. ഈതി ബി അർബഇ ജുമലിൻ 4 ജുംലകൾ കൊണ്ടുവരണം. ബി കുല്ലി മിൻഹ അവയിലുള്ള എല്ലാ ഓരോന്നിലുമുണ്ട് ഫിഅലുൻ മുളാരിഉൻ മുളാരി ആയിട്ടുള്ള ഫിഅലുണ്ട്. അപ്പോൾ മുളാരി ആയിട്ടുള്ള ഫിഅലുകളുള്ള 4 ജുംലകൾ എഴുതണം. എങ്ങനെയാണത്? ബിഹൈസു തകൂനു ആകുന്ന തരത്തിൽ, അഹ്റുഫുൽ മുളാറഅതി മുളാറഅത്തിൻ്റെ അക്ഷരങ്ങൾ ആകുന്ന തരത്തിൽ, ഫിൽ അഫ്ആലിൽ അർബഅതി ആ 4 ഫിഅലുകളിലും മുഖ്തലിഫതൻ വ്യത്യസ്തമായത്. അപ്പോൾ മുളാരി ആയിട്ടുള്ള ഫിഅലുകളുള്ള 4 ജുംലകൾ എഴുതണം. ആ 4 ജുംലകളിലെയും മുളാരി ആയിട്ടുള്ള ഫിഅലുകൾ തുടങ്ങുന്നത് വ്യത്യസ്തമായിട്ടുള്ള മുളാറഅത്തിൻ്റെ അക്ഷരങ്ങൾ കൊണ്ടായിരിക്കണം. അതായത് ഒന്ന് തുടങ്ങുന്നത് ഹംസ കൊണ്ട്, രണ്ടാമത്തേത് തുടങ്ങുന്നത് നൂന് കൊണ്ട്, പിന്നെ മറ്റൊന്ന് യാ കൊണ്ട്, മറ്റൊന്ന് താ കൊണ്ട് എന്നുള്ള രൂപത്തിൽ 4 വ്യത്യസ്തമായിട്ടുള്ള മുളാറഅത്തിൻ്റെ അക്ഷരങ്ങൾ വെച്ചുകൊണ്ടായിരിക്കണം ആ 4 മുളാരി ആയിട്ടുള്ള ഫിഅലുകളും തുടങ്ങേണ്ടത് എന്ന് സാരം. ഓക്കെ, ഇനി നമുക്ക് ആറാമത്തെ തംരീനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഉക്തുബിൽ ജുമലൽ ആതിയത ബഅദ തഗ്യീരി കുല്ലി ഫിഅലിൻ മാളിൻ ഫീഹ ബി ഫിഅലിൻ മുളാരിഇൻ. ഉക്തുബിൽ ജുമലൽ ആതിയത താഴെയുള്ള വാക്യങ്ങൾ നീ എഴുതുക. ബഅദ തഗ്യീരി കുല്ലി ഫിഅലിൻ മാളിൻ ഫീഹ അവയിലുള്ള എല്ലാ മാളിയായിട്ടുള്ള ഫിഅലുകളെയും മാറ്റം വരുത്തിയതിനു ശേഷം ബി ഫിഅലിൻ മുളാരിഇൻ മുളാരി ആയിട്ടുള്ള ഫിഅൽ കൊണ്ട്. അതായത് താഴെ നമുക്ക് കുറച്ച് ജുംലകൾ കാണാം. ആ ജുംലയിലെല്ലാം എന്താണുള്ളത്? മാളിയായിട്ടുള്ള ഫിഅലുകളാണുള്ളത്. ആ മാളിയായിട്ടുള്ള ഫിഅലിൻ്റെ സ്ഥാനത്ത് അതേ ഫിഅലിൽ തന്നെയുള്ള മുളാരി ആയിട്ടുള്ള ഫിഅൽ വെച്ച് കൊടുത്തുകൊണ്ട് എഴുതണം എന്നുള്ളതാണ് ആറാമത്തെ തംരീന് പറയുന്നത്. ഒന്നാമത്തെ ജുംല നമുക്ക് വായിക്കാം. സാറൽ ഖിത്താറു. സാറ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു എന്നാണ് അർത്ഥം. അൽ ഖിത്താറു എന്നാൽ ട്രെയിന്, തീവണ്ടി. സാറൽ ഖിത്താറു തീവണ്ടി സഞ്ചരിച്ചു. രണ്ടാമത്തേത് ത്വാറ സഖറു. ത്വാറ എന്ന് പറഞ്ഞാൽ പറന്നു. അസ്സഖറു എന്നാൽ പരുന്ത് അല്ലെങ്കിൽ പ്രാപ്പിടിയൻ എന്നൊക്കെയാണ് അർത്ഥം. ത്വാറ സഖറു പരുന്ത് പറന്നു. ഓക്കെ, ഏതായാലും ഇനി മൂന്നാമത്തേത് സാഫറ വാലിദി. സാഫറ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്തു എന്നാണ് അർത്ഥം. വാലിദി എൻ്റെ ഉപ്പ. സാഫറ വാലിദി എൻ്റെ ഉപ്പ യാത്ര ചെയ്തു. നാലാമത്തേത് മരിളൽ ഗുലാമു. മരിള രോഗിയായി, അൽ ഗുലാമു കുട്ടി. മരിളൽ ഗുലാമു കുട്ടി രോഗിയായി. അഞ്ചാമത്തേത് നസലൽ മത്തറു. നസല എന്നാൽ ഇറങ്ങി, അൽ മത്തറു മത്തറുൻ എന്നാൽ മഴ എന്നാണ് അർത്ഥം. നസലൽ മത്തറു മഴ ഇറങ്ങി, അതായത് മഴ പെയ്തു. ആറാമത്തേത് അത്തിഷ സറു. അത്തിഷ എന്ന് പറഞ്ഞാൽ ശരിക്ക് ദാഹിച്ചു എന്നാണ് അർത്ഥം. അസ്സറു സറുൻ എന്നാൽ കൃഷി എന്നാണ് അർത്ഥം. അത്തിഷ സറു എന്ന് പറഞ്ഞാൽ കൃഷിക്ക് വെള്ളം ആവശ്യമായി എന്നുള്ള ആശയമാണ് അതിനുള്ളത്. ഏതായാലും ഇവിടെ നമ്മൾ വായിച്ചിട്ടുള്ള 6 ജുംലകളുടെയും തുടക്കത്തിലായിട്ട് നമുക്ക് മാളിയായിട്ടുള്ള ഫിഅലുകളെ കാണാവുന്നതാണ് അല്ലേ. അതായത് കഴിഞ്ഞ കാലത്ത് നടന്നിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ആ ഫിഅലുകളുടെ എല്ലാം അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിനി എന്തു ചെയ്യണം? ആ മാളിയായിട്ടുള്ള ഫിഅലുകളുടെ എല്ലാം സ്ഥാനത്ത് അവയുടെ തന്നെ മുളാരി ആയിട്ടുള്ള ഫിഅൽ എന്താണ് എന്ന് കണ്ടുപിടിച്ചിട്ട് എഴുതണം എന്നുള്ളതാണ് ചോദ്യത്തിൽ പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഉക്തുബിൽ ജുമലൽ ആതിയത ബഅദ തഗ്യീരി കുല്ലി ഫിഅലിൻ മുളാരിഇൻ ബി ഫിഅലിൻ മാളി. ഓക്കെ, ഇത് നേരെ തിരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതായത് ഉക്തുബിൽ ജുമലൽ ആതിയത താഴെയുള്ള ജുംലകളെ നീ എഴുതുക. ബഅദ തഗ്യീരി കുല്ലി ഫിഅലിൻ മുളാരിഇൻ മുളാരി ആയിട്ടുള്ള എല്ലാ ഫിഅലുകളെയും മാറ്റിയതിനു ശേഷം ബി ഫിഅലിൻ മാളിൻ മാളിയായിട്ടുള്ള ഫിഅൽ കൊണ്ട്. അതായത് താഴെയുള്ള 6 ജുംലകളിലും നമുക്ക് മുളാരി ആയിട്ടുള്ള ഫിഅലുകളെ കാണാം. ആ ഫിഅലുകളുടെ സ്ഥാനത്ത് മാളിയായിട്ടുള്ള ഫിഅൽ വെച്ച് കൊടുത്തുകൊണ്ട് ജുംലകളെ എഴുതണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ ജുംല വായിക്കാം. യുഗരിദുൽ ഉസ്ഫൂറു.
യുഗരിദു എന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്നു അല്ലെങ്കിൽ പാട്ട് പാടും. ഓക്കെ, ഇതുവരേക്കും നമ്മൾ മുളാരി ആയിട്ടുള്ള പദങ്ങൾക്ക് ചെയ്യുന്നു എന്നുള്ള അർത്ഥമായിരുന്നു വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുമുള്ള എല്ലാ മുളാരി ആയിട്ടുള്ള ഫിഅലുകൾക്കും ചെയ്യുന്നു എന്നുള്ള അർത്ഥം മാത്രമേ ഇപ്പോൾ വെക്കുന്നുള്ളൂ. ചെയ്യും എന്നുള്ള അർത്ഥവും കൂടെ, ഭാവി കാലത്തിൻ്റെ അർത്ഥവും കൂടെ അതിനുണ്ട് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഒന്നാമത്തേത് യുഗരിദുൽ ഉസ്ഫൂറു, യുഗരിദു പാട്ടുപാടുന്നു, അൽ ഉസ്ഫൂറു കുരുവി. രണ്ടാമത്തേത് യബീഉ താജിറു അൽ ബുന്ന, യബീഉ എന്നാൽ വിൽക്കുന്നു, അത്താജിറു വ്യാപാരി, അൽ ബുന്ന ബുന്നുൻ എന്ന് പറഞ്ഞാൽ കാപ്പിക്കുരു എന്നാണ് അർത്ഥം. യബീഉ താജിറുൽ ബുന്ന വ്യാപാരി കാപ്പിക്കുരു വിൽക്കുന്നു. മൂന്നാമത്തേത് യഗ്സിലുൽ വലതു യദൈഹി, യഗ്സിലു കഴുകുന്നു, അൽ വലതു ആൺകുട്ടി, യദൈഹി തൻ്റെ രണ്ടു കൈകൾ, യഗ്സിലുൽ വലതു യദൈഹി ആൺകുട്ടി തൻ്റെ രണ്ടു കൈകൾ കഴുകുന്നു. നാലാമത്തേത് യുസ്മിറുൽ ബുസ്താനു, യുസ്മിറു എന്ന് പറഞ്ഞാൽ ഫലം കായ്ക്കുന്നു എന്നാണ് അർത്ഥം, ഫലമുള്ളതാകുന്നു, അൽ ബുസ്താനു പൂന്തോട്ടം. അഞ്ചാമത്തേത് തുനല്ലിഫുൽ ബിന്തു സിയാബഹ, തുനല്ലിഫു വൃത്തിയാക്കുന്നു, അൽ ബിന്തു പെൺകുട്ടി, സിയാബഹ തൻ്റെ വസ്ത്രങ്ങൾ, പെൺകുട്ടി തൻ്റെ വസ്ത്രങ്ങൾ വൃത്തിയാക്കുന്നു. ആറാമത്തേത് യജിനിൽ ഫല്ലാഹു അൽ ഖുത്തന, യജിനി എന്നാൽ പറിക്കുന്നു അല്ലെങ്കിൽ വിളവെടുക്കുന്നു, അൽ ഫല്ലാഹു കർഷകൻ, അൽ ഖുത്തന പഞ്ഞി അല്ലെങ്കിൽ പരുത്തി. ഓക്കെ, ഏതായാലും നമ്മളിവിടെ 6 ജുംലകൾ ഇവിടെ നമ്മൾ വായിച്ചു. 6 ജുംലകളിലും മുളാരി ആയിട്ടുള്ള ഫിഅലുകളെ നമുക്ക് കാണാം. അവയെ മാളിയായിട്ടുള്ള ഫിഅലുകളാക്കി മാറ്റി എഴുതണം എന്നതാണ് ചോദ്യത്തിൽ പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഹവ്വിലിൽ മുളാരിഅ ഫിൽ ജുമലിൽ ആതിയത്തി ഇലാ ഫിഅലി അംറിൻ വൽബിത്തിൽ അംറ ബിശക്കലി, അവിടെ അംറ എന്നാണ് വരേണ്ടിയിരുന്നത്, അവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, അംരി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഏതായാലും ഒന്ന് ശ്രദ്ധിക്കുക. ഹവ്വിലിൽ മുളാരിഅ, മുളാരി ആയിട്ടുള്ള ഫിഅലിനെ നീ മാറ്റുക, ഫിൽ ജുമലിൽ ആതിയത്തി താഴെയുള്ള ജുംലകളിൽ, ഇലാ ഫിഅലി അംറിൻ അംറ് ഫിഅലിലേക്ക്, വൽബിത്തിൽ അംറ ആ അംറ് ഫിഅലിനെ നീ ലബ്ത് ചെയ്യുക, ലബ്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ലിപ്തപ്പെടുത്തുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ബിശക്കലി രൂപങ്ങളെ കൊണ്ട് എന്ന് ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അംറ ഫിഅലിൻ്റെ ഹർക്കത്തുകൾ ശരിയാവണ്ണം ഇടുക എന്നുള്ളതാണ് വൽബിത്തിൽ അംറ ബിശക്കലി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് താഴെയും നമുക്ക് എന്തു കാണാവുന്നതാണ്, 6 ജുംലകൾ കാണാവുന്നതാണ്. ആ 6 ജുംലകളിലും മുളാരി ആയിട്ടുള്ള ഫിഅലുകളുമുണ്ട്. ആ മുളാരി ആയിട്ടുള്ള ഫിഅലുകളുടെ സ്ഥാനത്ത് അംറ ഫിഅൽ വെച്ച് കൊടുക്കണം എന്നുള്ളതാണ് ചോദ്യത്തിൽ പറയുന്നത്. ഇനി നമുക്ക് ആ ജുംലകളൊന്ന് വായിക്കാം. ഒന്നാമത്തേത് അഹ്തരിമുൽ മുഅല്ലിമ, അഹ്തരിമു എന്ന് പറഞ്ഞാൽ ഞാൻ ബഹുമാനിക്കുന്നു, അൽ മുഅല്ലിമ അധ്യാപകനെ. രണ്ടാമത്തേത് അഹ്ഫലു ദർസ, അഹ്ഫലു ഞാൻ മനപ്പാഠമാക്കുന്നു, അദ്ദർസ പാഠത്തെ. 3 ഉനല്ലിഫുൽ ഹിദാ, ഉനല്ലിഫു ഞാൻ വൃത്തിയാക്കുന്നു, അൽ ഹിദാ ചെരുപ്പ്. 4 അഖറഉ ഫിൽ കിതാബി, അഖറഉ ഞാൻ വായിക്കുന്നു, ഫിൽ കിതാബി പുസ്തകത്തിൽ. 5 അഷ്തഗിലു ഫിൽ ഹദീഖത്തി, അഷ്തഗിലു എന്ന് പറഞ്ഞാൽ ഞാൻ ജോലിയാകുന്നു, ഞാൻ പണിയെടുക്കുന്നു, ഫിൽ ഹദീഖത്തി തോട്ടത്തിൽ. 6 അൻതിഖു ബിസ്സദഖി, അൻതിഖു ഞാൻ സംസാരിക്കുന്നു, ഞാൻ ഉച്ചരിക്കുന്നു, ബിസ്സദഖി സത്യം കൊണ്ട്, അൻതിഖു ബിസ്സദഖി ഞാൻ സത്യം പറയുന്നു എന്നാശയം. ഓക്കെ, ഏതായാലും ഈ 6 ജുംലകളിലും നമുക്ക് എന്തു കാണാവുന്നതാണ്, മുളാരി ആയിട്ടുള്ള ഫിഅലുകൾ കാണാവുന്നതാണ്. അവയുടെ സ്ഥാനത്ത് അംറ് ഫിഅൽ വെച്ച് കൊടുക്കാനാണ് ആ ചോദ്യത്തിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 7ാമത്തെ തംറീനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ള കുല്ല ഫിഅലിൻ മിനൽ അഫ്ആലിൽ ആതിയത്തി ഫി ജുംലത്തിൻ മുഫീദത്തിൻ മുറക്കബത്തിൻ മിൻ 3 കലിമാത്തിൻ ഫഅക്സറ. ള കുല്ല ഫിഅലിൻ മിനൽ അഫ്ആലിൽ ആതിയത്തി താഴെയുള്ള ഫിഅലുകളിൽ നിന്നും എല്ലാ ഫിഅലുകളെയും നീ വെക്കുക, ഫി ജുംലത്തിൻ മുഫീദത്തിൻ അർത്ഥപൂർണമായിട്ടുള്ള ജുംലയിൽ, അതുതന്നെ മുറക്കബത്തിൻ ഉണ്ടാക്കപ്പെട്ടതായ, മിൻ 3 കലിമാത്തിൻ 3 പദങ്ങളാലോ, ഫ അക്സറ അല്ലെങ്കിൽ 3ലേറെ പദങ്ങളാലോ. അതായത് താഴെ നമുക്ക് 5 ഫിഅലുകൾ കാണാവുന്നതാണ്. ആ 5 ഫിഅലുകളും വെച്ചിട്ട് 3ഓ അതിലധികമോ പദങ്ങളുള്ള ജുംലയാക്കി മാറ്റുക, വാക്യമാക്കിയിട്ട് മാറ്റുക എന്നതാണ് ചോദ്യത്തിൽ പറയുന്നത്. ആദ്യം നമുക്ക് ആ ഫിഅലുകൾ വായിക്കാം. ഒന്നാമത്തേത് ഖറജ, ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു എന്നാണ് അർത്ഥം. യൽബിസു എന്ന് പറഞ്ഞാൽ ധരിക്കുന്നു. തസ്തഖ്രിജു എന്ന് പറഞ്ഞാൽ പുറത്തെടുക്കുന്നു. തഗ്സിലു എന്ന് പറഞ്ഞാൽ കഴുകുന്നു. ഇസ്തറാഹ എന്ന് പറഞ്ഞാൽ വിശ്രമിച്ചു.
ഓക്കെ, ഏതായാലും ഈ ഫിഅലുകൾ ഉപയോഗിച്ചുകൊണ്ട് മൂന്നോ അതിലധികമോ വരുന്ന പദങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ള ജുംലകൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം പറയുന്നത്. ഇനി രണ്ടാമത്തേത് ഹാത്തി ഖംസ ജുമലിൻ ഫി മൗളൂഇൽ അസദി തബ്തദിഉ കുല്ലു ജുംലത്തിൻ മിൻഹ ബിഫിഅലിൻ മാളിൻ. ഹാത്തി ഖംസ ജുമലിൻ 5 ജുംലകൾ കൊണ്ടുവരണം. ഫി മൗളൂഇൽ അസദി, അസദുൻ എന്നാൽ സിംഹം എന്നാണെന്ന് നമുക്കറിയാമല്ലോ. ഫി മൗളൂഇൽ അസദി, സിംഹം എന്നുള്ള വിഷയത്തിലായിട്ട്. തബ്തദിഉ കുല്ലു ജുംലത്തിൻ മിൻഹ, അവയിൽ നിന്നുള്ള എല്ലാ ജുംലയും തുടങ്ങുന്നതാണ് ബിഫിഅലിൻ മാളിൻ, മാളിയായിട്ടുള്ള ഫിഅല് കൊണ്ട്. ഓക്കെ, അതായത് സിംഹത്തെക്കുറിച്ച് പറയുന്ന 5 ജുംലകൾ കൊണ്ടുവരണം. ആ 5 ജുംലകളും തുടങ്ങുന്നത് മാളിയായിട്ടുള്ള ഫിഅല് കൊണ്ടായിരിക്കണം. ഇനി മൂന്നാമത്തേത് ഹാത്തി ഖംസ ജുമലിൻ ഫി മൗളൂഇൻ നഹ്രി തബ്തദിഉ കുല്ലു ജുംലത്തിൻ മിൻഹ ബിഫിഅലിൻ മുളാരിഇൻ. ഹാത്തി ഖംസ ജുമലിൻ 5 ജുംലകൾ കൊണ്ടുവരണം. ഫി മൗളൂഇൻ നഹ്രി, ഓക്കെ, നദി എന്നുള്ള വിഷയത്തിൽ, പുഴ എന്നുള്ള വിഷയത്തിൽ. തബ്തദിഉ കുല്ലു ജുംലത്തിൻ മിൻഹ ബിഫിഅലിൻ മുളാരിഇൻ, അവയിൽ നിന്നുള്ള എല്ലാ ജുംലയും തുടങ്ങേണ്ടത് മുളാരി ആയിട്ടുള്ള ഫിഅല് കൊണ്ടാണ്. അപ്പോൾ പുഴയെക്കുറിച്ച് വിവരിക്കുന്ന 5 ജുംലകൾ അതുതന്നെ മുളാരി ആയിട്ടുള്ള ഫിഅല് കൊണ്ട് തുടങ്ങുന്നതായിട്ട് എഴുതണം എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം പറയുന്നത്. ഇനി നാലാമത്തേത് ഹാത്തി ഖംസ ജുമലിൻ തഅ്മുറു ഫീഹാ തിൽമീദൻ ബി ഖംസത്തി അഅ്മാലിൻ തർതബിതു ബിൽ മദ്രസത്തി. ഹാത്തി ഖംസ ജുമലിൻ 5 ജുംലകൾ കൊണ്ടുവരണം. തഅ്മുറു ഫീഹ, ആ ജുംലകളിലായിട്ട് നീ കൽപ്പിക്കുന്നു, തിൽമീദൻ ഒരു വിദ്യാർത്ഥിയെ, ബി ഖംസത്തി അഅ്മാലിൻ 5 പ്രവർത്തനങ്ങൾ കൊണ്ട്, തർതബിതു ബിൽ മദ്രസത്തി മദ്രസയുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ മദ്രസയുമായിട്ട് ബന്ധപ്പെട്ട 5 കാര്യങ്ങൾ കൊണ്ട് നീ ഒരു വിദ്യാർത്ഥിയെ കൽപ്പിക്കുന്നതായിട്ട് 5 ജുംലകൾ എഴുതുക എന്നുള്ളതാണ് നാലാമത്തെ ചോദ്യത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിനോടകം നമ്മുടെ മൂന്നാമത്തെ പാഠം കഴിഞ്ഞിട്ടുണ്ട്. ഈ പാഠത്തിൽ 7ഓളം തംരീനുകൾ നമ്മളിപ്പോൾ വായിച്ചു പഠിച്ചു. അവയിൽ നിന്നും എഴുതാൻ പറയുന്നത് നിർബന്ധമായിട്ട് നമ്മുടെ പഠിതാക്കൾ എഴുതുകയും അത് ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിലൂടെ അയച്ചു തരികയും വേണം. ഈ പാഠഭാഗത്ത് നിന്നും മനസ്സിലാകാത്ത ഏതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ അതും ചോദിച്ച് ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യണം എന്നറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.